Hello friends, അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ലൈവ് ട്രിപ്പിൾ ജമ്പിന്റെ ഭാഗമായിട്ട് നമ്മുടെ മാഗ്നെറ്റോസ്റ്റാറ്റിക്സിലുള്ള ബാക്കിയുള്ള ലെസൺസുമായിട്ട് നമ്മൾ ഇന്ന് വീണ്ടും വന്നിരിക്കുകയാണ്. സോ നമ്മുടെ മാഗ്നെറ്റോസ്റ്റാറ്റിക്സിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയിരുന്ന ഡിസ്കഷൻസിന്റെ ബാക്കിയാണ് നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ടോപ്പിക്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. നമ്മുടെ ഫിസിക്സിൽ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫാക്ടർ ഇംപ്ലൈ ചെയ്യുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഈ പറഞ്ഞ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. Equation of continuity is actually representing the conservation of charge. Charge conservation എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ വളരെ മനോഹരമായിട്ട് ഡെപിക്ട് ചെയ്യുന്ന ഒരു തിയറിയാണ് നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി. ആദ്യം തന്നെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ് പറയുന്നത് നോക്കാം. The equation of continuity simply expresses the fact that charge is conserved. The small amount of the current di leaving through a small area dA of a closed surface. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ടെലിപ്പോർട്ടേറ്റിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടെലിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ്, അതൊരു ഹൈപ്പോത്തറ്റിക്കൽ കൺസെപ്റ്റ് ആണ്. ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിനെ കംപ്ലീറ്റ് ആയിട്ട് വാനിഷ് ചെയ്യിപ്പിക്കുക, മറ്റൊരു പോയിന്റിൽ റീഅപ്പിയർ ചെയ്യിപ്പിക്കുക. സോ ടെലിപ്പോർട്ടിംഗ്. ഇങ്ങനെയുള്ള ടെലിപ്പോർട്ടിംഗ് ഒരിക്കലും ഫിസിക്കലി ഫീസിബിൾ ആവില്ല ഇൻ ദ കേസ് ഓഫ് ചാർജസ് എന്നാണ് നമ്മളുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മളോട് പറയുന്നത്. അതായത് ചാർജസ് എപ്പോഴും ദേ ആർ ഫ്ലോയിങ്, അല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് റീഅപ്പിയർ ചെയ്യാനായിട്ട് നമ്മുടെ ചാർജിന് സാധിക്കില്ല. അതായത് ഇവിടെ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മനസ്സിലായിക്കോളും. എനിവേ, നമ്മളുടെ കയ്യിൽ ഒരു സ്ഫിയർ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ സ്ഫിയറിൽ ഒരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. വോളിയം ചാർജ് റോ ആണ്. റോ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം, ചാർജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം. അതിനെയാണ് നമ്മൾ വോളിയം ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. വോളിയം ചാർജ് ഡെൻസിറ്റി റോ ഉള്ള നമ്മുടെ ഒരു സർഫസ് അല്ലെങ്കിൽ ഒരു സ്ഫിയർ നമ്മൾ കൺസിഡർ ചെയ്തു. അതിനുശേഷം ഈ ചാർജ് ഈ സർഫസിൽ നിന്ന് നമ്മുടെ സ്ഫിയറിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണ് എന്ന് വിചാരിക്കുക. ഇത് പുറത്തേക്ക് ഒഴുകുന്നത് എങ്ങനെയായിരിക്കും? കറണ്ടായിട്ടായിരിക്കും പുറത്തേക്ക് ഫ്ലോ ചെയ്യുക. സോ നമ്മുടെ ഈ ഒരു സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചെറിയൊരു എമൗണ്ട് ഓഫ് കറണ്ട് ഡി എയെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു സ്ഫെറിക്കൽ സർഫസ് ആണ്. സ്ഫെറിക്കൽ സർഫസിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ കറണ്ട് ഡി ഐയെ ഞാൻ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ എന്ന് വിളിച്ചു. ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചെറിയൊരു ഏരിയ എലമെന്റ് ആണ്. ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയാം വോളിയം കറണ്ട് ഡെൻസിറ്റി ആണ്. വോളിയം കറണ്ട് ഡെൻസിറ്റി എന്ന് വെച്ചാൽ കറണ്ട് ഡിവൈഡഡ് ബൈ ഏരിയ ആണ്. ഓക്കെ, സോ ഡി ഐ ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ. നമുക്കിതിനെ വേണമെങ്കിൽ ഇന്റഗ്രൽ ജെ ഡി എ കോസ് തീറ്റ എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ എൻ്റെ ടോട്ടൽ കറണ്ട് എന്നുള്ളതിനെ, സോ ടോട്ടൽ കറണ്ട്, സോ ദിസ് വിൽ ബി മൈ ടോട്ടൽ കറണ്ട്. ഐ വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇതായിരിക്കും ആ സർഫസിലൂടെ ടോട്ടലി പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന എൻ്റെ ടോട്ടൽ കറണ്ട്. നമ്മളുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ക്യാൻ റൈറ്റ് ഇപ്പോൾ കിട്ടിയ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽ ക്രോസ് ജെ ഡി ടോ എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. എന്ന് ആര് പറഞ്ഞു? എന്നോട് ഗോസ് പറഞ്ഞു. ഗോസ് പറഞ്ഞതനുസരിച്ച് എനിക്കൊരു വോളിയം ഇന്റഗ്രലിന്റെ ക്രോസിനെ ഒരു സർഫസ് ഇന്റഗ്രൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി എ എൻ്റെ ടോട്ടൽ കറണ്ടിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു? വോളിയം ഇന്റഗ്രൽ ഡെൽ ക്രോസ് ജെ ഡി എ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഓൾറെഡി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ സർഫസിന്റെ ഉള്ളിൽ എനിക്കൊരു വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, റോ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ടോട്ടൽ ചാർജിനെ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ടോട്ടൽ ചാർജിനെ ക്യൂ എന്നാണ് വിളിക്കുന്നത്. ക്യൂ വിൽ ബി ഈക്വൽ ടു നമുക്കറിയാം റോ ഡി ടോ ആയിരിക്കും ടോട്ടൽ ചാർജ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വരുന്ന ചാർജിൽ ഉണ്ടാകുന്ന കുറവ് അതിന്ന് പുറത്തേക്ക് പോകുന്ന കറണ്ടിന്റെ ഫ്ലോയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ എന്നാണ് നമ്മളോട് പറയുന്നത്. സോ ആക്ച്വലി ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് നോട്ട് ഡെൽ ഡോട്ട് ജെ ആണ്. ക്രോസ് വരുന്നത് നമ്മളുടെ സ്റ്റോക്സ് തിയറത്തിലാണ്. സോ ഇന്റഗ്രൽ this is our Gauss's theorem. Gauss's theorem അനുസരിച്ച് സർഫസ് ഇന്റഗ്രൽ ജെ ഡോട്ട് ഡി ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ജെ ഡി ടോ ആണ്. ഓക്കെ, ക്രോസ് വരുന്നത് നമ്മുടെ സ്റ്റോക്സ് തിയറം ആണ്. ലൈൻ ഇന്റഗ്രലിനെയും സർഫസ് ഇന്റഗ്രലിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നത്. Now this is our Gauss's law. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചാർജ് ക്യൂ ഈസ് ഈക്വൽ ടു വോളിയം ഇന്റഗ്രൽ റോ ഡി ടോ എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്ന അനുസരിച്ച് മൈനസ് ഡി ക്യൂ ഡിവൈഡഡ് ബൈ ഡി ടി will be equal to the total current flowing out of my surface എന്നാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. അതായത് എനിക്ക് തന്നിട്ടുള്ള വോളിയത്തിലുള്ള ചാർജ് ഡിസപ്പിയർ ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്ന കറണ്ടിന്റെ ഫ്ലോ ആയിട്ടാണ്. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ഈ ഐക്ക് പകരം എനിക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഫ്രം ദിസ് എക്സ്പ്രഷൻ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് വോളിയം ഇന്റഗ്രൽ ഡെൽ ഡോട്ട് ജെ ഡി ടോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ആൻഡ് നൗ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഐ നോ ദാറ്റ് ഈസ് വി റോ ഡി ടോ. സോ ഞാൻ ക്യൂവിന് integral of volume integral of rho d tau എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ d by dt with a negative sign. This will be equal to volume integral of del dot j d tau എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ അങ്ങനെ ഞാൻ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനലി എനിക്ക് ഇന്റഗ്രൽസ് ഒഴിവാക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ്
del dot j is equal to minus dou rho divided by dou t എന്ന് കിട്ടുന്നു. And from this expression I can write del dot j is equal to dou rho divided by dou t equal to 0 എന്ന് കിട്ടുന്നു. This is called my continuity equation. Okay. Now what does this physically means? Del dot j എന്ന് വെച്ചാൽ ഒരു പോയിന്റിൽ നിന്നുള്ള കറന്റ് ഡെൻസിറ്റിയുടെ ഡൈവേർജൻസ് ആണ്. ഞാനിപ്പോൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ഒരു സ്ഫിയർ ആണ്. സ്ഫിയറിൽ നിന്ന് കറന്റ് ഡെൻസിറ്റി ഡൈവേർജ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇങ്ങനെ പുറത്തേക്ക് ഒഴുകുന്ന കറന്റ് ഡെൻസിറ്റി ആക്ച്വലി ആ സർഫസിന്റെ ഉള്ളിൽ അവിടെ ഉണ്ടാകുന്ന ചാർജിൽ ഉണ്ടാകുന്ന റിഡക്ഷനെയാണ് കാണിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് കുറയുന്നത്, ദ റേറ്റ് ഓഫ് ഡിക്രീസ് ഓഫ് ദാറ്റ് ചാർജ്, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് കറന്റ് ഫ്ലോയിങ് ഔട്ട് ഓഫ് മൈ സർഫസ്. സർഫസിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന കറണ്ടിന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ചാർജ് പെട്ടെന്ന് ഡിസപ്പിയർ ചെയ്ത് പുറമേ റീഅപ്പിയർ ചെയ്യുക എന്ന് പറയുന്ന ഒരു പരിപാടി നടക്കില്ല. ചാർജിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? ചാർജ് മസ്റ്റ് ഫ്ലോ കണ്ടിന്യൂസ്ലി. ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യണം എന്നാണ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ പറയുന്നത്. അതായത് ഡൈവേർജൻസ് ഓഫ് ജെ ആയിട്ട് മാത്രമേ, ഒരു കറണ്ടിന്റെ ഫ്ലോ ആയിട്ട് മാത്രമേ ഒരു സർഫസിൽ നിന്ന് ഒരു ചാർജിന് പുറത്തേക്ക് കടക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. നമ്മുടെ ഫിസിക്സിലെ പല റൂൾസും അല്ലെങ്കിൽ പല ലോസും നേച്ചറിന്റെ തന്നെ ഒരു ഫണ്ടമെന്റൽ ബിഹേവിയറിനെയാണ് കാണിക്കുന്നത്. സോ ഇവിടെ നമ്മളുടെ കണ്ടിന്യൂറ്റി ഇക്വേഷനും അത് തന്നെയാണ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം പറയുകയാണ്. ചാർജിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത് എന്ത് ചെയ്യണം? ഒരു ഫ്ലോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകി മാത്രമേ പോകാൻ പറ്റുള്ളൂ. ആൻഡ് ദാറ്റ് ഫ്ലോ ഓഫ് ചാർജ് ഈസ് നോൺ ആസ് കറന്റ്. വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യമാണ് നമ്മുടെ ഈ ഒരു കണ്ടിന്യൂറ്റി ഇക്വേഷൻ വഴി നമ്മളോട് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. സോ ഈ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ ഞാൻ നിങ്ങളോടൊന്ന് വായിക്കാൻ പറയുകയാണ്. സോ നിങ്ങൾ എങ്ങനെയാണ് ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ വായിക്കുക? The disappearance of my charge will appear as the divergence in current. കാണാതാകുന്ന ചാർജ് മൊത്തം കറണ്ട് ആയിട്ട് പുറത്തേക്ക് വരുന്നു. സോ വളരെ ബേസിക് ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നൗ ഈ ഒരു ലോ വയലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ദ ചാർജ് ഈസ് ടെലിപ്പോർട്ടിങ്. ചാർജ് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്യല, ഒരു സ്ഥലത്ത് നിന്ന് ഡിസപ്പിയർ ചെയ്ത് മറ്റൊരു സ്ഥലത്ത് റീഅപ്പിയർ ചെയ്യുന്നു എന്നാണ് വരിക. സോ ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് അവർ ഫിസിക്കൽ ലോസ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഫിസിക്കൽ കൺസെപ്റ്റ് മനസ്സിലായി എന്നാണ് ഞാൻ കരുതുന്നത്. സോ ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ഡിവൈഡഡ് ബൈ ഡോ ടി. സോ അങ്ങനെ നമുക്ക് എഴുതാം. ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു മൈനസ് ഡോ റോ ഡിവൈഡഡ് ബൈ ഡോ ടി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. നൗ ഇൻ കേസ് ചില കേസുകളിൽ റോ 0 ആണെന്ന് വിചാരിക്കാം. ദർ ഇസ് നോ ചാർജ് ടു ലൂസ്. ഒരു സർഫസിന്റെ ഉള്ളിൽ ചാർജ് ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. സോ അവിടെ നിന്ന് ഒഴുകാനായിട്ട് പുറത്തേക്ക് ഒഴുകാൻ ചാർജ് ഇല്ല. ചാർജ് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല, കറണ്ട് ഉണ്ടാവില്ല. കറണ്ട് ഡെൻസിറ്റിക്ക് ആണെങ്കിൽ ഡൈവർജൻസ് ഉണ്ടാവില്ല. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇൻ ദാറ്റ് കേസ് ഡെൽ ഡോട്ട് ജെ ഈസ് ഈക്വൽ ടു 0 ഇഫ് റോ ഈസ് ഈക്വൽ ടു 0. റോ 0 ആയിട്ടുള്ള സർഫസുകളുടെ കാര്യത്തിൽ ഡെൽ ഡോട്ട് ജെ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ വളരെ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യമാണ് നമ്മളുടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത്. അഗെയിൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. സ്റ്റെപ്സിലൂടെ ഒന്നുകൂടി കടന്നു പോവുക. ഡി ഐ ഈസ് ഈക്വൽ ടു ജെ ഡി എ എന്നാണ്. സോ അതിൽ നിന്ന് നമുക്ക് ടോട്ടൽ കറണ്ട് കിട്ടും. സോ മൈനസ് ഡി ക്യൂ ബൈ ഡി ടി എന്നുള്ളത് കറണ്ട് ആണെന്ന് നമുക്കറിയാം. സോ രണ്ടെണ്ണത്തിനെയും ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻസ് ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് സ്റ്റെപ്പുകളാണ്. ഓക്കെ, ആൻഡ് ഓഫ് കോഴ്സ് ഫൈനലി നമ്മൾ നമ്മുടെ ബയോട്ട് സെവേർട്ട് ലോയിലെത്തി. നമുക്കറിയാം നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ കൂളംസ് ലോ എന്നൊരു ലോ പഠിച്ചു. കൂളംസ് ലോ വെച്ചിട്ട് നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്തത്? രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്തത്. നാ ഈ തന്നിരിക്കുന്ന നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിന്റെ വേൾഡും മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ വേൾഡും രണ്ട് പാരലൽ ആയിട്ടുള്ള വേൾഡുകളാണ്. ഒരു വേൾഡിൽ എന്ത് സംഭവിക്കുന്നോ അതിന് അനലോഗസ് ആയിട്ടുള്ള മറ്റൊരു സംഭവം നമ്മുടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിന്റെ വേൾഡിലും സംഭവിക്കുന്നുണ്ടാവും. സോ സിമിലർ ആയിട്ടുള്ള കാര്യമാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മളൊരു കൂളംസ് ലോ പറഞ്ഞാൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലും അതിന് അനലോഗസ് ആയിട്ട് നമുക്കൊരു ലോ ഉണ്ടായിരിക്കണം. ആൻഡ് ഇൻ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ദാറ്റ് ലോ ഈസ് അവർ ബയോട്ട് സെവേർട്ട് ലോ. ആ ലോ നമ്മുടെ ബയോട്ട് സെവേർട്ട് ലോ ആണ്. ആക്ച്വലി നമ്മളുടെ കൂളംസ് ലോ നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. സോ സിമിലർലി ഇവിടെ നമ്മൾ ബയോട്ട് സെവേർട്ട് ലോ വെച്ചിട്ട് പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. കറണ്ടിന്റെ ഫ്ലോ മൂലമാണ് നമുക്ക് അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ് ഉണ്ടാവുന്നത്. നമുക്ക് ഒരു കണ്ടക്ടർ ക്യാരി ചെയ്യുന്ന ഒരു കറണ്ട് ഉണ്ട് ഐ. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ സോഴ്സ് എന്താണ്? ചാർജ് ആണ്. സിമിലർലി മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് ഒരു കറണ്ട് ആണ്. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു വയർ ഉണ്ടെങ്കിൽ ആ വയറിന് ചുറ്റും നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ അങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ്സ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സോ വെൻ ചാർജസ് ജനറേറ്റ് ഇലക്ട്രിക് ഫീൽഡ്, our currents generate magnetic field. But ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, ചാർജസ് ഇൻ മോഷൻ ആണ് എന്ത്? കറണ്ട്. അപ്പോൾ ചാർജസ് ഇൻ മോഷൻ വിൽ പ്രൊഡ്യൂസ് മാഗ്നറ്റിക് ഫീൽഡ്. സോ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് തമ്മിൽ ഒരു റിലേഷൻ വേണ്ടേ? ഓഫ് കോഴ്സ് ദർ ഇസ് എ റിലേഷൻ എക്സിസ്റ്റിംഗ്. അതാണ് നമ്മൾ ഇലക്ട്രോഡൈനാമിക്സിൽ പഠിക്കുന്ന നമ്മുടെ വേവ് ഇക്വേഷനുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാക്സ്വെൽസ് ഇക്വേഷനുകളും. അവിടെ നമ്മൾ ഇലക്ട്രോഡൈനാമിക്സ് എന്ന് പറഞ്ഞു പോയി, നമ്മൾ അവിടേക്ക് എത്തും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം. എനിവേ ചാർജസ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ കൺസിഡർ കണ്ടക്ടർ ക്യാരിങ് കറണ്ട് ഐ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഉണ്ട് എന്ന് വിചാരിക്കാം. P is a point at a distance r from an elemental segment dl. വളരെ ചെറിയൊരു elemental segment ഉണ്ട്,
ഒരു ചെറിയ ലെങ്ത് എലമെന്റ് DL ഞാൻ കൺസിഡർ ചെയ്യുന്നു ഇൻ ദാറ്റ് വയർ. ഓക്കെ, ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ DL ആൻഡ് R. R എന്ന് വെച്ചാൽ എന്താണ്? ഈ തന്നിരിക്കുന്ന ഇക്വറ്റോറിയൽ പ്ലെയിനിലുള്ള ഒരു പോയിന്റ് ആണ് R എന്ന് പറയുന്നത്. സോ അങ്ങനെയാണെങ്കിൽ then according to Biot-Savart law, small magnetic field dB at a point P due to the small element DL of the current carrying conductor is proportional to I, DL and sin theta and inversely proportional to the square of the distance. Okay, blah blah blah. എന്താണ് പറയുന്നത്? നമ്മൾ +2 തൊട്ട് പഠിക്കുന്നതാണ് നമ്മുടെ Biot-Savart law എന്താണെന്നുള്ള കാര്യം. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ ഉണ്ട് എന്ന് വിചാരിക്കുക. കണ്ടക്ടറിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം നമ്മൾ മുറിച്ചെടുക്കുക. ചെറിയ കഷ്ണത്തിനെയാണ് നമ്മൾ DL എന്ന് വിളിച്ചത്. Now ഈ DL മൂലം നമ്മുടെ സ്പേസിലെ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് P-യിൽ നമുക്കൊരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ആ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്നാണ് നമ്മുടെ Biot-Savart law നമുക്ക് പറഞ്ഞു തരുന്നത്. സോ എങ്ങനെയാണ് നമ്മളത് വരയ്ക്കുന്നത്? സോ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഇതാണ് എൻ്റെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ നിന്ന് ഞാൻ ചെറിയൊരു ലെങ്ത് എലമെന്റ് DL എടുക്കുന്നു. ഇതിലൂടെ ടോട്ടലി ഒരു കറണ്ട് I ഫ്ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. Now at a particular point P, ഞാൻ സ്പേസിൽ ഒരു പർട്ടിക്കുലർ പോയിന്റ് P എടുക്കുന്നു. Now I am drawing a vector, ഒരു പൊസിഷൻ വെക്ടർ വരയ്ക്കുന്നു. ആക്ച്വലി പൊസിഷൻ വെക്ടേഴ്സ് ആർ സ്ട്രെയിറ്റ്. Now ഈ പൊസിഷൻ വെക്ടറിനെ ഞാൻ R എന്ന് വിളിക്കുകയാണ്. Now തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DL ഉം ഈ R തമ്മിലുള്ള ആംഗിൾ ആണ്. സോ ഐ എം റെപ്രസെന്റിംഗ് ദാറ്റ് ആംഗിൾ യൂസിങ് തീറ്റ ഹിയർ. അങ്ങനെയാണെങ്കിൽ Biot-Savart law പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്ന ചെറിയ ലെങ്ത് എലമെന്റ് DL മൂലം അറ്റ് ദിസ് പെർട്ടിക്കുലർ P-യിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് B will be proportional to the current and the length element DL and is inversely proportional to the distance. ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമ്മുടെ കൂളംസ് ലോ ഓർക്കുക. It is proportional to the product of charges and inversely proportional to the square of distance between them. Similarly, Biot-Savart lawയും ഒരു ഇൻവേഴ്സ് സ്ക്വയർ ലോ ആണ്. It is proportional to 1/r square. Okay, anyway, we can write this law as B is equal to mu 0 divided by 4 pi I DL cross R cap divided by R square എന്നാണ് നമ്മുടെ Biot-Savart law അനുസരിച്ചിട്ട് നമ്മൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ +2 തൊട്ട് പഠിക്കുന്നതാണ്. ആൻഡ് ഒരു ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് DB ആണെങ്കിലോ ഐ ക്യാൻ റെപ്രസെന്റ് ഇറ്റ് mu 0 I divided by 4 pi. This is in one dimension and of course ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്യണം with respect to DL cross R cap divided by R square. സോ ഇതാണ് നമ്മുടെ Biot-Savart law നമ്മളോട് പറയുന്നത്. സോ അറ്റ് എ പർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സോ DB this mu 0 I divided by 4 pi DL cross R എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി a DB, ചെറിയൊരു മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഡ്യൂ ടു ദി സ്മോൾ ലെങ്ത് എലമെന്റ്. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ തന്നിട്ടുള്ള ചെറിയ മാഗ്നറ്റിക് ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യണം. സോ അങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുന്നത്. സോ ദിസ് ഇസ് Biot-Savart law. I think it's clear. ചെറിയ ലെങ്ത് എലമെന്റ് അതുമൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് DB ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിനെ അതിന്റെ ടോട്ടൽ ഇന്റഗ്രൽ എടുത്താൽ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ Biot-Savart law പറയുന്നത്. ഇത്ര തന്നെയാണ് പറയുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് ദിസ് ഇസ് എ ക്രോസ് പ്രോഡക്റ്റ്. DL ഉം R ഉം തമ്മിലുള്ള ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഫീൽഡുകൾ നമുക്കറിയാം, they are having magnitude and direction. ഇലക്ട്രിക് ഫീൽഡിനും അങ്ങനെ തന്നെയായിരുന്നല്ലോ, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരുന്നു. മാഗ്നറ്റിക് ഫീൽഡും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കായിരിക്കും? നമുക്കറിയാം, നമ്മളൊരു പ്ലെയിനിലാണ് ഈ തന്നിട്ടുള്ള ഈ ഒരു കറണ്ട് ക്യാരിയിങ് എലമെന്റും ഈ ഒരു പോയിന്റും ഒക്കെ എടുത്തിരിക്കുന്നത്. ക്രോസ് പ്രോഡക്റ്റിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്കറിയാം ദിസ് ക്രോസ് പ്രോഡക്റ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് അവർ ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടറുകളുടെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടന്റ് എന്ന് പറയുന്നത് രണ്ട് വെക്ടറുകളും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഈ തന്നിരിക്കുന്ന DL ഉം R ഉം കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് എന്തായിരിക്കും? ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ അതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ കണ്ടെയ്നിങ് അവർ DL ആൻഡ് R. ഓക്കെ, ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന Biot-Savart law പല രീതികളിൽ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ചില സമയങ്ങളിൽ ഇതിനെ ഒരു R³ റിലേഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. R³ റിലേഷൻ ആയിട്ട് ഇതിനെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ഞാൻ ഒന്നുകൂടി എഴുതാം. എൻ്റെ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് DB ഡ്യൂ ടു മൈ സ്മോൾ ലെങ്ത് എലമെന്റ് DL that is equal to mu 0 divided by 4 pi. And this mu 0 എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. Now epsilon 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആണ്. And these are related to the polarization. നമ്മളത് മാഗ്നറ്റിക് പോളറൈസേഷനും ഇലക്ട്രിക്കൽ പോളറൈസേഷനും ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലായ്പ്പോഴും mu 0 അല്ലെങ്കിൽ mu പെർമിയബിലിറ്റി എന്ന് പറയുന്നത് mu 0 തന്നെ ആകണമെന്നില്ല. പെർമിയബിലിറ്റി mu 0 എന്ന് വെച്ചാൽ that is the permeability of free space. പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസിനെയാണ് നമ്മൾ mu 0 എന്ന് വിളിക്കുന്നത്. എല്ലായ്പ്പോഴും ഫ്രീ സ്പേസ് തന്നെ ആവണമെന്നില്ല. ചില അവസരങ്ങളിൽ നമുക്ക് ചില മെറ്റീരിയൽസ് കണ്ടെയ്ൻ ചെയ്യേണ്ടി വരും. അതായത് ഡയാ പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയൽസ് ലൈക്ക് ഡൈഇലക്ട്രിക്സ്, അതുപോലെ തന്നെ ഡയാമാഗ്നറ്റിക് പ്രോപ്പർട്ടികളൊക്കെ കാണിക്കുന്ന മെറ്റീരിയൽസ് ഉണ്ടാവും. അവരുടെ കേസിൽ ഈ തന്നിരിക്കുന്നത് പോലെ mu 0 അല്ല നമ്മൾ എടുക്കുക, പകരം mu ആണ് എടുക്കുക. Now anyway DB is equal to mu 0 divided by 4 pi I DL
ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് ബയോട്ട് സവേർട്ട് ലോ. ഞാൻ ഇവിടെ ആർ ക്യാപ് എന്നുള്ളതിന് പകരം ആർ ക്യാപ് എന്ന് വെച്ചാൽ എന്താണ്, എൻ്റെ യൂണിറ്റ് വെക്ടർ ആണ്. ഈ യൂണിറ്റ് വെക്ടറിന് പകരം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്, ആർ എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, μ0 ഡിവൈഡഡ് ബൈ 4 pi I dl ക്രോസ് മൈ ആർ വെക്ടർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്നാണ് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്നത്. വൈ, ഇവിടെ ഞാൻ എന്താണ് ചെയ്തത്, ആർ ക്യാപ് എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയാം. ആർ ക്യാപ് ഈസ് ഈക്വൽ ടു ആർ ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ആർ. ഒരു വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിന്റെ ഡയറക്ഷൻ കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ യൂണിറ്റ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു യൂണിറ്റ് വെക്ടറിനെ ഞാൻ ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ എന്ന് റെപ്രസെന്റ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് μ0 ഡിവൈഡഡ് ബൈ 4 pi I dl ക്രോസ് മൈ വെക്ടർ ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് കിട്ടും. ഇങ്ങനെയും നമ്മളുടെ ബയോട്ട് സവേർട്ട് ലോയെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. ഈ തന്നിരിക്കുന്ന ഒരു ക്രോസ് പ്രോഡക്റ്റിനെ ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ എനിക്ക് എന്താ കിട്ടുക, db ഈസ് ഈക്വൽ ടു I dl ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇതാണ് എൻ്റെ ബയോട്ട് സവേർട്ട് ലോ. ആൻഡ് ദർ ഇസ് ഓഫ് കോഴ്സ് എ കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ μ0 ഡിവൈഡ് ബൈ 4 pi ആണ്. സോ μ0 ഡിവൈഡ് ബൈ 4 pi I dl സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നും എനിക്ക് റെപ്രസെന്റ് ചെയ്യാം. ആർ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ ആർ ക്യാപ്പ് എഴുതാത്തത്. ഐഡിയൽ സൈൻ തീറ്റ എന്ന് വെച്ചാൽ എന്താണ്, തീറ്റ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ dl ആൻഡ് r. സോ അവർ തമ്മിലുള്ള ആംഗിൾ, സോ വി നോ ദാറ്റ്. സോ ഇറ്റ് വിൽ ബി പെർപെൻഡിക്കുലർ ടു ബോത്ത് dl ആൻഡ് r ക്യാപ്. ഇങ്ങനെയും നമ്മുടെ ബയോട്ട് സവേർട്ട് ലോ റെപ്രസെന്റ് ചെയ്യാറുണ്ട്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് റെപ്രസെന്റേഷൻസ് ഓഫ് അവർ ബയോട്ട് സവേർട്ട് ലോ. ഈവൻ നമ്മൾ +2 തൊട്ട് തന്നെ പഠിക്കുന്നതാണ് നമ്മുടെ ബയോട്ട് സവേർട്ട് ലോ. ബയോട്ട് സവേർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ നോക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. The magnetic field at a distance vertically above a straight conductor carrying current എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കൊരു അഗെയിൻ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. നമുക്ക് ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ കേസുകൾ ഉണ്ടാവും. ഒന്നാമത്തേത് ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ. ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള കണ്ടക്ടറിന്റെ ഒരു ആക്സിയൽ പോയിന്റ് Z ഹൈറ്റിലുള്ള ഒരു ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഒരു തവണ ഡിറൈവ് ചെയ്യും. ഡിറൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇതിന്റെ 1-2 സ്പെഷ്യൽ കേസും ഉണ്ടാവും. സ്പെഷ്യൽ കേസും നിങ്ങൾ പഠിച്ചു വെക്കണം. സിമിലർലി രണ്ട് കണ്ടക്ടറുകൾ, പാരലൽ ആയിട്ടുള്ള രണ്ട് കണ്ടക്ടറുകൾ, അവർ പരസ്പരം കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറുകളാണ്. സോ അവർ പരസ്പരം തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷനോ ഒരു റിപ്പൽഷനോ ഉണ്ടാവും. ആൻഡ് എന്താണ് അവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ, അല്ലെങ്കിൽ എന്താണ് അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. ആൻഡ് സിമിലർലി ദർ വിൽ ബി എ റിംഗ്, കറണ്ട് ക്യാരി ചെയ്യുന്ന റിംഗ് മൂലം, ലൂപ്പ് മൂലം അതിന്റെ ആക്സിസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. ഇതിന്റെ ഒക്കെ റിസൾട്ടുകൾ സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. സോ നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾ ഈ റിസൾട്ട് ഓർത്തിരിക്കുക കൂടി ചെയ്യണം. ഓക്കെ, നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എ ഡിസ്റ്റൻസ് Z വെർട്ടിക്കലി അബവ് എ സ്ട്രൈറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറണ്ട് ആണ്. നമുക്ക് ഡയഗ്രാം കൂടി തന്നിട്ടുണ്ട്. സോ നമുക്ക് ഈ ഒരു ഡയഗ്രത്തിൽ ഒരു വളരെ ലോങ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ തന്നിട്ടുണ്ട്. ഈ കണ്ടക്ടറിന്റെ ഒരു എൻഡ് പോയിന്റ് ഞാൻ -L എന്ന് എടുക്കുന്നു, മറ്റൊരു എൻഡ് പോയിന്റ് ഞാൻ +L എന്ന് എടുക്കുന്നു. സോ -L മുതൽ +L വരെ I കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടർ. ആ കണ്ടക്ടറിൽ ഞാൻ ചെറിയൊരു ലെങ്ത് എലമെന്റ് ചൂസ് ചെയ്തിരിക്കുകയാണ്, dl എന്ന് പറയുന്ന ഒരു ലെങ്ത് എലമെന്റ്. ഈ ടോട്ടൽ കണ്ടക്ടർ മൂലം ഈ പോയിന്റ് പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് യൂസിങ് ബയോട്ട് സവേർട്ട് ലോ. ആദ്യമേ തന്നെ എനിക്ക് ബയോട്ട് സവേർട്ട് ലോ അങ്ങോട്ട് എഴുതാം. എന്താണ് ബയോട്ട് സവേർട്ട് ലോ പറയുന്നത്? dB ഈസ് ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4 pi I dl ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് എൻ്റെ ബയോട്ട് സവേർട്ട് ലോ പറയുന്നത്. ആൻഡ് മൈ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B വിൽ ബി ഈക്വൽ ടു μ0 ഡിവൈഡഡ് ബൈ 4 pi ഇന്റഗ്രൽ ഓഫ് I dl ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് ഫോർമാറ്റ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് അറിയാവുന്ന കുറച്ച് ജോമെട്രിക്കൽ ഫാക്ടേഴ്സും കുറച്ച് കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് I dl ക്രോസ് ആർ ആണ്. ഇവിടെ എനിക്കൊരു ആംഗിൾ, ഓക്കെ, എനിക്ക് ഡയഗ്രാം ഒന്നുകൂടി പ്രോപ്പറായിട്ട് വരയ്ക്കാം പ്രോബ്ലം ചെയ്യാനായിട്ട്. മറ്റേ ഡയഗ്രാം അത്ര ക്ലിയർ അല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഡയഗ്രാം ഒന്നുകൂടി വരയ്ക്കുകയാണ്. സോ ദിസ് ഇസ് മൈ കണ്ടക്ടർ. കണ്ടക്ടർ എവിടെ തൊട്ട് എവിടം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്? -L തൊട്ട് +L വരെ എൻ്റെ കണ്ടക്ടർ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ട്. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ്, Z ഹൈറ്റിലുള്ള ആക്സിയൽ പോയിന്റിലുള്ള ഈ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ്. ഞാനിവിടെ ഒരു ചെറിയ ലെങ്ത് എലമെന്റ് കൺസിഡർ ചെയ്യുന്നു, dl. ആൻഡ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണെന്ന് എനിക്കറിയാം. ദിസ് ടോട്ടൽ ലെങ്ത്, ഇതിനെ ഞാൻ ഈ ഒരു ടോട്ടൽ ലെങ്ത്തിനെ ഞാൻ L എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അറ്റ് ദിസ് പോയിന്റ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ dl ഉം r ഉം തമ്മിലുള്ള, സോ ദിസ് ഇസ് r ആൻഡ് ദിസ് ഇസ് dl, ഇവർ തമ്മിലുള്ള ആംഗിളിനെ ഞാൻ φ എന്ന് വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു ആംഗിളിനെ ഞാൻ തീറ്റ എന്ന് വിളിച്ചിരിക്കുന്നു. സോ നമ്മുടെ ഡയഗ്രാം ഞാൻ ഒന്നുകൂടി റീറൈറ്റ് ചെയ്തതാണ്, റീഡ്രോ ചെയ്തതാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇവിടെ എൻ്റെ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഐ ക്യാൻ റൈറ്റ് മൈ ബയോട്ട് സവേർട്ട് ലോ B ഈസ് ഈക്വൽ ടു
mu 0 divided by 4 pi integral ഒരു I കോമൺ ആയിട്ട് പുറത്തേക്ക് ഉണ്ടാവും dl ക്രോസ് r cap divided by r square എന്ന് എഴുതാം. Now ഇതിൽ എനിക്ക് ഓരോ ടേമും എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആകെ എൻ്റെ കണ്ടക്ടർ എടുത്തു, കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടർ, അതിലൊരു പർട്ടിക്കുലർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാണ്. Now ഇതിൽ നിന്ന് ഞാൻ dl ക്രോസ് r എന്ന് പറയുന്ന ഈ ഒരു ഫാക്ടർ മാത്രം മാറ്റിയെടുത്തു. സോ dl ക്രോസ് r ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? dl ക്രോസ് r cap will be equal to dl r അല്ലെങ്കിൽ r cap sin theta അല്ലെങ്കിൽ sin phi ആണെന്ന് എനിക്കറിയാം. What is phi? Phi is the angle between r and dl. r ഉം dl ഉം തമ്മിലുള്ള ആംഗിളിനെയാണ് ഞാൻ phi എന്ന് വിളിച്ചത്. Now ഈ ഒരു ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. Now അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആംഗിൾ that will be equal to 90 minus theta. Now ഇത് 90 minus theta ആണെങ്കിൽ what will be this angle? This angle will be equal to 90 plus theta. So അതാണ് നമ്മുടെ ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. Phi is equal to 90 plus theta എന്ന് നമുക്ക് എഴുതാം. So phi is equal to 90 plus theta എന്നാണെങ്കിൽ in this expression എനിക്ക് എങ്ങനെ എഴുതാം? dl r cap എന്താണെന്ന് എനിക്കറിയാം, നമ്മളിവിടെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ r capന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയതുകൊണ്ട് dl sin phi എന്ന് എഴുതാം. Now phi യുടെ വാല്യൂ എന്താണെന്നാണ് എനിക്കിപ്പോൾ കിട്ടിയത്? dl sin 90 plus theta ആണെന്നാണ് കിട്ടിയത്. 90 plus theta sin 90 plus theta is equal to cos theta. നമുക്കറിയാവുന്ന ഒരു ജോമെട്രിക്കൽ ഐഡന്റിറ്റിയാണ് dl cos theta എന്ന് കിട്ടുന്നു. ഓക്കെ, സോ dl ക്രോസ് r എന്നുള്ള എക്സ്പ്രഷനെ ഞാൻ dl cos theta എന്നുള്ള ഒരു എക്സ്പ്രഷനിലേക്ക് മാറ്റി എഴുതി. Now എനിക്കിനി dl-നെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്യണം. എനിക്ക് dl-ന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ഞാൻ ഈ ഒരു പ്രോബ്ലത്തിനെ കംപ്ലീറ്റ്ലി തീറ്റയുടെ ടേമിലേക്ക് മാറ്റാൻ പോവാണ്. ദാറ്റ്സ് ഈസിയർ വൈൽ ഐ എം ഡൂയിങ് ദ ഇന്റഗ്രേഷൻ. Now ഇവിടെ dl എന്ന് പറയുന്ന ചെറിയ ലെങ്ത് എലമെന്റ്, ഈ ഒരു ടോട്ടൽ ലെങ്ത്തിനെ ഞാൻ L എന്നാണ് വിളിച്ചിരിക്കുന്നത്. Now ഈ ടോട്ടൽ ലെങ്ത് L ആണെങ്കിൽ എനിക്കിവിടെ tan theta കാൽക്കുലേറ്റ് ചെയ്യാം. സോ വാട്ട് വിൽ ബി മൈ tan theta? Tan theta എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. സോ ഇതാണ് തീറ്റ ആംഗിൾ, ഇതാണ് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഏതായിരിക്കും? L ആയിരിക്കും എൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അഡ്ജസൻറ്റ് സൈഡ് ഏതായിരിക്കും? Z ആയിരിക്കും എൻ്റെ അഡ്ജസൻറ്റ് സൈഡ്. സോ tan theta is equal to ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് L ഡിവൈഡഡ് ബൈ Z. അങ്ങനെയാണെങ്കിൽ L-നെ എനിക്ക് എങ്ങനെ എഴുതാം? Z tan theta എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ dl-നെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? dl will be equal to Z times d by d theta of tan theta. Tan theta-നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? sec square theta. സോ Z into sec square theta എന്ന് കിട്ടുന്നു. എന്താണ് sec square theta? 1 by cos square theta ആണ്. സോ അങ്ങനെയാണെങ്കിൽ Z divided by cos square theta എന്ന് എഴുതണം. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒന്ന് നോക്കുക. ആകെ ഡയഗ്രാം വരച്ചു, ബയോട്ട്-സേവേർട്ട് ലോ എഴുതി, ബയോട്ട്-സേവേർട്ട് ലോ എഴുതിയതിനു ശേഷം dl ക്രോസ് r-നെ ഒന്ന് റീഇറ്ററേറ്റ് ചെയ്തു, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് എഴുതി. എങ്ങനെ? dl sin phi എന്ന് എഴുതി. Now dl sin 90 plus theta എന്ന് റെപ്രസെന്റ് ചെയ്യാം, dl cos theta ആക്കി എഴുതി. അതിൽ നിന്ന് എനിക്ക് dl-നും ആംഗിളിന്റെ ടേമിൽ, തീറ്റയുടെ ടേമിൽ ഒരു എക്സ്പ്രഷൻ വേണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ L ഡിവൈഡ് ബൈ Z എന്ന് എടുത്തു. സോ സിംപ്ലി dl-നെ ഞാൻ ഡിഫൈൻ ചെയ്തു. ഓക്കെ, സോ dl-ന് എനിക്കൊരു എക്സ്പ്രഷൻ കിട്ടിയിട്ടുണ്ട്. Now അങ്ങനെയാണെങ്കിൽ മൂവിങ് ഫോർവേഡ് എനിക്ക് cos theta-ക്ക് കൂടി ഒരു എക്സ്പ്രഷൻ എഴുതാം. സോ വാട്ട് ഈസ് cos theta? tan theta എന്താണെന്ന് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. സിമിലർലി cos theta എന്ന് വെച്ചാൽ എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോടെന്യൂസ് ആണ് നമ്മളുടെ cos theta എന്ന് പറയുന്നത്. അഡ്ജസൻറ്റ് സൈഡ് എത്രയാണ്? Z ആണ്. ഹൈപ്പോടെന്യൂസ് എത്രയാണ്? R ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് cos theta is equal to adjacent side Z divided by hypotenuse R. Now talking about this hypotenuse, I can write R will be equal to Z divided by cos theta എന്ന് എഴുതാം. R-ന് പകരം Z divided by cos theta എന്ന് എഴുതാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ട നമ്മളുടെ ടേംസ് ഒക്കെ ഇവിടെ കിട്ടിക്കഴിഞ്ഞു. ദിസ് ഇസ് മൈ ഇക്വേഷൻ 1, ദിസ് ഇസ് മൈ ഇക്വേഷൻ 2 and this is my equation 3. ഓക്കെ, സോ ഞാൻ dl-നും r-നും തീറ്റയുടെ ടേമിൽ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ടാക്കി. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് dl ക്രോസ് r cap എന്നുള്ളതിനെ എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? dl ക്രോസ് r cap will be equal to എന്താണ് കിട്ടിയിരിക്കുന്നത്? dl cos theta എന്നാണ് കിട്ടിയത്. സോ dl-ന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് Z divided by cos square theta സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Z divided by cos square theta times cos theta എന്നുള്ളതായിരിക്കും dl ക്രോസ് r. അങ്ങനെയാണെങ്കിൽ എൻ്റെ ബയോട്ട്-സേവേർട്ട് ലോയിലേക്ക് ഒന്ന് മടങ്ങിപ്പോയാലോ? ഈ ബയോട്ട്-സേവേർട്ട് ലോയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇഫ് ഐ ആം ഗോയിങ് ടു ഡു ദാറ്റ്, B is equal to mu 0 divided by 4 pi I times integral dl cross r cap divided by r square എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വാരി വലിച്ച് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താ കിട്ടുക? mu 0 I divided by 4 pi ടൈംസ് ഇന്റഗ്രൽ. ഇന്റഗ്രലിന് ലിമിറ്റ് കൊടുക്കണം. നേരത്തെ ലിമിറ്റ് -L തൊട്ട് +L വരെ ആയിരുന്നു. നമ്മളിപ്പോൾ dl-നെ മൊത്തം തീറ്റയുടെ ടേമിലേക്ക് മാറ്റി.
സോ അതുകൊണ്ട് നമ്മുടെ ലിമിറ്റും തീറ്റയുടെ ടേമിലാണ് വരേണ്ടത്. അത് അവിടെ തൽക്കാലം നിൽക്കട്ടെ. നമുക്ക് ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ എഴുതാം. dl ക്രോസ് r എന്നുള്ളതിന് പകരം നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്? ഇൻ ടേംസ് ഓഫ് തീറ്റ z ഡിവൈഡഡ് ബൈ cos സ്ക്വയർ തീറ്റ ഇൻറ്റു cos തീറ്റ. ആൻഡ് ആറിന് പകരം നമുക്ക് എന്താ കിട്ടിയത്? z ഡിവൈഡഡ് ബൈ cos തീറ്റ എന്നുള്ളതാണ്. സോ 1/r സ്ക്വയർ 1/r സ്ക്വയർ വരുമ്പോൾ ഐ വിൽ ഗെറ്റ് cos സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ z സ്ക്വയർ എന്ന് കിട്ടുന്നു. എന്തൊക്കെ സാധനങ്ങൾ ക്യാൻസൽ ചെയ്യാനുണ്ട്? ഒരുപാട് സാധനങ്ങൾ ക്യാൻസൽ ചെയ്യാനുണ്ട്. cos സ്ക്വയർ തീറ്റ ക്യാൻസൽ ആയി പോകുന്നു. ആൻഡ് ഇവിടുത്തെ z സ്ക്വയർ ക്യാൻസൽ ആയി പോകുന്നു. ഒരു z ക്യാൻസൽ ആയി പോകുന്നു. സോ അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്ന ടേംസ് ഒക്കെ നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കാന്നുള്ളവരൊക്കെ പുറത്തേക്ക് എടുക്കാം. ആരാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ളത്? z കോൺസ്റ്റന്റ് ആണ്. സോ ദർ വിൽ ബി എൻ്റെ ഇൻ്റഗ്രേഷൻ തീറ്റയ്ക്ക് വിത്ത് റെസ്പെക്റ്റ് ആയിരിക്കും, ഡി തീറ്റ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് b is equal to μ0 I divided by 4 pi z times now integrating from cos theta d theta. Now ഇനി അടുത്തത് നമുക്ക് എവിടം തൊട്ട് എവിടം വരെയാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം സ്പെസിഫൈ ചെയ്യണം. ബാക്ക് ടു അവർ ഡയഗ്രാം. നമ്മുടെ ഡയഗ്രത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നാൽ എനിക്ക് ഈ ഒരു ലൈൻ വളരെ ലോങ് ആയിട്ടുള്ള ഒരു ലൈനാണ്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെ ആണ് എനിക്ക് ഇന്റഗ്രേഷൻ ചെയ്യേണ്ടിയിരുന്നത്. അതായത് ടോട്ടൽ ലെങ്ത് -L മുതൽ +L വരെയുള്ള ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ഇവിടെയാണ് എനിക്ക് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ ഈ -L കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിനെ ഞാൻ θ1 എന്നും ഈ +L കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിളിനെ ഞാൻ θ2 എന്നും വിളിക്കുകയാണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഇന്റഗ്രേഷൻ എവിടെ തൊട്ട് എവിടം വരെയാണ്? θ1 മുതൽ θ2 വരെയാണ്. -L to +L എന്നുള്ളതിനെ ഞാൻ ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റ് ആക്കി θ1 മുതൽ θ2 എന്നുള്ളത് വരെ ആക്കി. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം, വെരി ബേസിക് ആയിട്ടുള്ള കാര്യം. ഈ ഒരു ലെങ്ത്തിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗുലാർ ഡിനോട്ടേഷനിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഓക്കെ, -L എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ θ1 ആണ്. സോ +L എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആംഗിൾ θ2 ആണ്. നമ്മളുടെ dl-ന്റെ ടേമിലുള്ള ഇന്റഗ്രേഷനെ നമ്മൾ തീറ്റയുടെ ടേമിലേക്ക് മാറ്റി. അപ്പോൾ ലിമിറ്റും തീറ്റയുടെ ടേമിലേക്ക് മാറ്റണം. -L to +L എന്ന് പറയുന്ന ലെങ്ത്തിനെ ഞാൻ θ1 to θ2 എന്നുള്ള ടേമിലേക്ക് മാറ്റി. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ലിമിറ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സോ ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ലിമിറ്റ്സ് θ1 to θ2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് μ0 I divided by 4 pi z. cos തീറ്റ ഇന്റഗ്രേറ്റ് ചെയ്താൽ sin തീറ്റ ആണ് കിട്ടുക. ഫ്രോം ദ ഡിസ്റ്റൻസ് θ2 to θ1. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ μ0 I divided by 4 pi z sin of θ2 minus θ1. So sin θ2 minus sin θ1 എന്ന് കിട്ടുന്നു. Actually this is a standard result. Magnetic field at an axial point of a very long conductor wire. കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലോങ് കണ്ടക്ടർ വയറിന്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ആൻ ആക്സിയൽ പോയിന്റ് വിച്ച് ഈസ് അറ്റ് എ ഡിസ്റ്റൻസ് z, ഹൈറ്റ് z above ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണ്. സിമ്പിൾ ആയിട്ടുള്ള എക്സ്പ്രഷൻ. നൗ നമ്മൾ ഇതിന്റെ ഒരു സ്പെഷ്യൽ കേസ് കൂടി കാണുന്നുണ്ട്. സോ സ്പെഷ്യൽ കേസിൽ വരുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ഏതെങ്കിലും പോയിന്റിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് സ്പെസിഫൈ ചെയ്ത് നോക്കുക. നൗ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കണ്ടക്ടറിന്റെ ആക്സിയൽ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാണാനാണ്. ബേസിക് സ്റ്റെപ്പുകൾ ആദ്യമേ തന്നെ നമ്മൾ ഡയഗ്രത്തിന് ഒന്ന് റീഡ്രോ ചെയ്തു. അതിനുശേഷം നമ്മുടെ ബയോട്ട്സവേർട്ടിലോ എഴുതി. ആൻഡ് dl-ഉം r-ഉം തമ്മിലുള്ള ആംഗിൾ φ ആയിരുന്നു. ഫൈ എന്ന് പറയുന്നത് തീറ്റയുടെ ടേമിലേക്ക് മാറ്റി 90 + θ ആക്കി മാറ്റി. ഇതിന് ആംഗുലാർ ടേമിൽ സോൾവ് ചെയ്യുന്നതാണ് എളുപ്പം. സോ dl ക്രോസ് r എന്നുള്ളതിനെ dl cos θ എന്ന് നമ്മൾ മാറ്റി എഴുതി. അതിനുശേഷം dl-നെ നമ്മൾ തീറ്റയുടെ ടേമിലേക്ക് മാറ്റുകയാണ്. സോ l-നെ z tan θ എന്ന് എഴുതി. dl is equal to z sec square θ. സോ d θ, ഇവിടെ ഒരു d θ കൂടി നമുക്ക് ഉണ്ടാവും. സോ now moving forward നമ്മൾ cos θ z divided by r എന്ന് എഴുതി. then അതിൽ നിന്ന് നമ്മൾ r-നെ റീഡിഫൈൻ ചെയ്തു. dl r ഇതിന്റെ എല്ലാം ടോട്ടൽ എക്സ്പ്രഷൻസ് നമ്മുടെ ഫൈനൽ എക്സ്പ്രഷനിൽ ഇട്ട് കൊടുത്തു. now ഫൈനലി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്? μ0 I divided by 4 pi z എന്ന് കിട്ടി. ഓക്കെ, now ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ തന്നിരിക്കുന്നത് -L മുതൽ +L വരെ അല്ല, മറിച്ച് -∞ മുതൽ +∞ വരെ ലെങ്ത് ഉള്ള ഒരു ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ വേരി ചെയ്യും? ഓക്കെ, നമുക്ക് ഇപ്പോൾ കിട്ടിയ അതേ എക്സ്പ്രഷൻ തന്നെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. മാഗ്നറ്റിക് ഫീൽഡ് B will be equal to μ0 I divided by 4 pi z times sin of θ2 minus sin of θ1 എന്നാണ് നമ്മൾ പറഞ്ഞ എക്സ്പ്രഷൻ. അപ്പോൾ നമ്മുടെ കണ്ടക്ടറിന്റെ ലെങ്ത് എവിടെ തൊട്ട് എവിടം വരെയാണ്? -∞ മുതൽ +∞ വരെയാണ്. വെരി ലോങ് കണ്ടക്ടർ. നമുക്കറിയാം -L-ന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പറഞ്ഞ ആംഗിളിനെയാണ് നമ്മൾ θ1 എന്ന് വിളിച്ചത്. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടായിരുന്നു. ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ആക്സിയൽ പോയിന്റിലേക്ക് ഒരു വര വരച്ചാൽ ദിസ് ആംഗിൾ ദിസ് വാസ് θ1 ആൻഡ് +L എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരച്ച ആംഗിളിനെ നമ്മൾ θ2 എന്ന് വിളിച്ചു. അങ്ങനെയാണ് sin θ2 sin θ1 എന്നിങ്ങനെയുള്ള ആംഗിളുകൾ നമുക്ക് കിട്ടിയത്. നൗ -∞ ആകുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ ആംഗിളിന്റെ വലിപ്പം കൂടി വരും. നമ്മൾ ദൂരേക്ക് പോകുന്നതിനനുസരിച്ച്
നമ്മളുടെ ഇവിടെ സബ്സ്റ്റൻറ്റ് ചെയ്യപ്പെടുന്ന നമ്മളുടെ ലൈനിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടക്ടറിൻ്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എൻഡിലേക്ക് നമുക്ക് പോകാനായിട്ട് നമ്മൾ എടുക്കുന്ന ആംഗിളിൻ്റെ വലിപ്പം കൂടി വരും. ആൻഡ് ഫൈനലി ഇൻഫിനിറ്റി എന്ന് വെച്ചാലോ it will be a very long conductor. So finally നമ്മളുടെ ആംഗിൾ ഇങ്ങനെയായിരിക്കും. തീറ്റ will become π/2. തീറ്റയുടെ വാല്യൂ π/2 ആയിട്ട് മാറുന്നു. ഈ സൈഡിലേക്കും സിമിലർ ആണ്. സോ ഇതായിരുന്നു നമ്മുടെ പോയിന്റ്. നമ്മൾ കൂടുതൽ ദൂരേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ഈ ഒരു ലൈനിന്റെ ലെങ്ത് കൂടി വരുന്നു. ആൻഡ് ഫൈനലി when it is at infinity the two lines will be parallel. തീറ്റ 1 ഉം തീറ്റ 2 ഉം രണ്ടും എന്തായിട്ട് മാറുന്നു? π/2 ആയിട്ട് മാറുന്നു. Now തീറ്റ 2 will become positive π/2 and theta 1 will become minus π/2. Okay. Now അത് നമ്മൾ ഈ ഒരു എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കണ്ടക്ടറിന്റെ എക്സ്പ്രഷൻ, സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനലി എന്താ കിട്ടുക? B is equal to μ0 I divided by 4πz times sin of theta 2 minus sin of theta 1 ആണ്. അതിൽ theta 2 ന് π/2 എന്ന് കൊടുക്കുക. Now 4πz sin of π/2 minus sin of theta 1 എന്ന് വെച്ചാൽ എന്താണ്? minus π/2 ആണ്. Now I know sin of minus x എന്ന് വെച്ചാൽ എന്താണ്? minus sin x ആണ്. സോ അങ്ങനെയാണെങ്കിൽ sin of π/2 എന്ന് വെച്ചാൽ എന്താണ്? that will be 1. സോ sin 90 എന്ന് വെച്ചാൽ 1 അല്ലേ? സോ minus 1 എന്ന് കിട്ടുന്നു. Now ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? μ0 I divided by 4πz times 1 plus 1 minus cancel ആയി 1 ആവുന്നു. So it will be 2. So cancel ചെയ്ത് കഴിഞ്ഞാൽ I will get μ0 I divided by 2πz എന്ന് കിട്ടുന്നു. So this is the magnetic field due to an infinitely long conductor. ഒരു infinitely long conductorന്റെ magnetic fieldന്റെ expression ആണ്. Important ആണ്. Basic expression ആണ്. μ0 I divided by 2πz. Okay. So ഇതും നമ്മുടെ ബുക്കിലേക്ക് നമ്മൾ എഴുതി വെച്ചേക്കാം. ഒരു കണ്ടക്ടർ ഇൻഫിനിറ്റ് ആവുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ ഇങ്ങനെയായിട്ട് മാറുന്നു. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ബയോട്ട് സവേർട്ട് ആപ്ലിക്കേഷൻ ആണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ഡെറിവേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും. പക്ഷേ 1-2 തവണ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് മനസ്സിലാവുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇൻഫിനിറ്റി ആകുന്ന കേസിൽ ആംഗിൾസിന് എന്ത് സംഭവിക്കുന്നു, ആംഗുലാർ ഡിസ്പ്ലേസ്മെന്റിന് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് ബയോട്ട് സവേർട്ടിൽ ഉപയോഗിക്കേണ്ടത്, സോ തീറ്റയുടെ ടേമിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടതെന്ന് ഓർക്കുക. സോ അത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളാണ്, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, പേടിക്കേണ്ട ആവശ്യമില്ല. അടുത്തത് ഫൈൻഡ് ദ നേച്ചർ ആൻഡ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് 2 infinitely long conducting wires carrying current I1 and I2. They are kept at a distance r between them. സിമ്പിൾ ആയിട്ടുള്ള കാര്യം, 2 കണ്ടക്ടർ വയറുകളുണ്ട്. ഈ 2 കണ്ടക്ടർ വയറുകളെയും ഞാൻ r എന്ന് പറയുന്ന ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. ഓക്കെ, 2 പാരലൽ കണ്ടക്ടിങ് വയേഴ്സ്. ഇവരിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. I എന്ന് പറയുന്ന കറണ്ട് ആണ് ഇവരിലൂടെ പാസ് ചെയ്യുന്നത്. രണ്ടാളിലും ഒരേ കറണ്ട് ആണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, സോ 2 കണ്ടക്ടേഴ്സ്, രണ്ടാളിലൂടെയും I എന്ന് പറയുന്ന കറണ്ട് ഒരേ ഡയറക്ഷനിൽ പാസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. ആ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. നൗ നമ്മൾ കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ അതിൻ്റെ മേലെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അഗെയിൻ ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, കറണ്ട് ക്യാരി ചെയ്യുന്ന വയറിനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്താൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മേലെ ഒരു ഫോഴ്സ് ഇൻസേർട്ട് ചെയ്യും. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് ഗിവൺ ബൈ ദ എക്സ്പ്രഷൻ F is equal to ലൈൻ ഇന്റഗ്രൽ I ടൈംസ് dl ക്രോസ് b എന്നാണ് നമ്മൾ ആ ഫോഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. F is equal to I dl ക്രോസ് b എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഓക്കെ, സോ ഈ ഒരു എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 കണ്ടക്ടേഴ്സ് ആണ്, അതിൽ രണ്ടിലൂടെയും കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. കറണ്ട് പാസ് ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക? കറണ്ടിന്റെ ഡയറക്ഷൻ ഏതാണോ ആ ഡയറക്ഷനിൽ നമ്മുടെ തമ്പിനെ നമ്മൾ പോയിന്റ് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഫിംഗേഴ്സ് ഏത് ഡയറക്ഷനിലാണോ കേൾ ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 കണ്ടക്ടേഴ്സ്, രണ്ടാളും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതായിരിക്കും നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ഫോർ ദ ഫസ്റ്റ് കണ്ടക്ടർ. കാരണം കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ ചുറ്റും നിങ്ങളുടെ ഫിംഗേഴ്സ് ഒന്ന് കേൾ ചെയ്ത് നോക്കാം. സോ ഇതായിരിക്കും ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. നൗ ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഞാൻ കറണ്ട് ക്യാരി ചെയ്യുന്ന രണ്ടാമത്തെ കണ്ടക്ടറിനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വരുന്ന ഒന്നാമത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം രണ്ടാമത്തെ കണ്ടക്ടറിന്റെ മേലെയും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടാവും. സിമിലർലി രണ്ടാമത്തെ കണ്ടക്ടറും ഒരു കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്, അയാളും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കും. അയാളുടെ മാഗ്നറ്റിക് ഫീൽഡിലാണ് ഒന്നാമത്തെ കണ്ടക്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കറണ്ട് ക്യാരി ചെയ്യുന്ന 2 കണ്ടക്ടറുകൾ എടുത്താൽ അവർ ഓരോരുത്തരും മറ്റേ ആൾ ക്രിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ഇരിക്കുന്നത്. രണ്ടാൾ കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അവരുടെ ഇടയിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിനെയാണ് നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ടാസ്ക്.
Now അതിൽ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ബിയുടെ എക്സ്പ്രഷൻ നമുക്കൊരു കാര്യം ചെയ്യാം. F is equal to I, കറണ്ട് കോൺസ്റ്റന്റ് ആണ്, കറണ്ടിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു. Now ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് dl ക്രോസ് ബി. സോ ഡി എല്ലിനെയും ബി എയും ഞാൻ ക്രോസ് ചെയ്യാണ്. dl ക്രോസ് ബി എന്നുള്ളതിനെ എനിക്ക് dlb സൈൻ തീറ്റ n ക്യാപ്പ് എന്ന് വിളിക്കാം. n ക്യാപ്പ് ഈസ് എ ഡയറക്ഷൻ നോർമൽ ടു ബോത്ത് dl ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. dlനും ബിക്കും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷൻ ആണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ dl എന്ന് പറയുന്നതിന്റെ ഡയറക്ഷൻ ഏതാണ്? ഇതാണ് എൻ്റെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. സോ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൽ എൻ്റെ dlന്റെ ഡയറക്ഷൻ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ഒരു ചെറിയ ലെങ്ത് എലമെന്റ് ആണ്. സോ ഞാനിവിടെ വരയ്ക്കാം. സോ ഞാനിവിടെ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അതിലൊരു ചെറിയ എലമെന്റിനെയാണ് ഞാൻ dl എന്ന് വിളിക്കുന്നത്. ഇതിന് ചുറ്റും കറണ്ട് ഉണ്ട്, കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് മൂലം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? സോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻഡ് ചെയ്യുന്നു. എൻഡ് ചെയ്യല്ല, മറിച്ച് ഇത് ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇറ്റ് ഈസ് ഫോമിങ് എ ലൂപ്പ്. കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന് ചുറ്റും ഒരു ലൂപ്പാണ് ഫോം ചെയ്യുന്നത്. എന്നാൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. എൻ്റെ ലെങ്ത് എലമെന്റിന്റെ ഡയറക്ഷനും ഏത് തന്നെയാണ്? ഈ ഡയറക്ഷനാണ്, മേലേക്കുള്ള ഡയറക്ഷനാണ്. ഇതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? ഇതിന് ചുറ്റും കേൾ ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പോയിന്റിങ് ഇൻ ദിസ് ഡിറക്ഷൻ. ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് പോയിന്റ് ചെയ്യുന്നത്. അപ്പോൾ ലെങ്ത് എലമെന്റിന്റെ ഡയറക്ഷൻ മേലേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഇതിന് ചുറ്റും ആയതുകൊണ്ട് ഇറ്റ് ഈസ് പോയിന്റിങ് ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ. സോ നോക്കിയേ, രണ്ടാളും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ദാറ്റ് ഈസ് 90 ഡിഗ്രി. രണ്ടാളും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ആണ്. സോ dl ആൻഡ് ബി രണ്ടാളും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ആംഗിൾ ഈസ് π/2. സോ രണ്ടാളും തമ്മിലുള്ള ആംഗിൾ π/2 ആയതുകൊണ്ട് എനിക്ക് ഇവിടെ എങ്ങനെ എഴുതാൻ പറ്റും? F ടൈംസ് I ടൈംസ് dl b സൈൻ 90 സൈൻ π/2 n ക്യാപ്. സൈൻ π/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ് നമുക്കറിയാം. സോ അങ്ങനെയാണെങ്കിൽ F വിൽ ബി ഈക്വൽ ടു I ടൈംസ് dl b എന്ന് എഴുതാം. Now ഏത് b ഏത് dl എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് ഡിനോട്ട് ചെയ്യണം. അതായത് നമുക്ക് രണ്ട് കണ്ടക്ടറുകളാണല്ലോ ഉള്ളത്. ഒന്നാമത്തെ കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B1 എന്ന് വിളിക്കുന്നു. സോ അതിനെ ഞാൻ ബ്ലാക്ക് ഇങ്ക് കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ലൂപ്പുകളാണ് ഫോം ചെയ്യുന്നത്. സോ മാഗ്നറ്റിക് ലൂപ്പ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൂപ്പുകൾ ഫോം ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൂപ്പിലാണ് ആരിയിരിക്കുന്നത്? നമ്മളുടെ രണ്ടാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. രണ്ടാമത്തെ കണ്ടക്ടറിലും കറണ്ട് പാസ് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ അയാൾക്ക് എന്താ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കിയാൽ? അയാളും ഉണ്ടാക്കട്ടെ മാഗ്നറ്റിക് ഫീൽഡ്. സോ രണ്ടാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ റെഡ് ലൈൻ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. സോ ഇതിനെ ഞാൻ B2 എന്ന് വിളിക്കുകയാണ്. രണ്ടാമത്തെ കണ്ടക്ടർ മൂലം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B2 എന്ന് വിളിക്കുന്നു. സോ ഈ B2 എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? എൻ്റെ ഒന്നാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. സോ കണ്ടക്ടർ 1, കണ്ടക്ടർ 2. സോ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ്, സോ C1 C2 രണ്ട് കണ്ടക്ടറുകളുണ്ട്. ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B1 എന്ന് വിളിക്കുന്നു. ആൻഡ് രണ്ടാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ B2 എന്ന് വിളിക്കുന്നു. ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മേലെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് അതെന്തുകൊണ്ടാണ്? ഈ രണ്ടാമത്തെ കണ്ടക്ടർ മൂലം കിട്ടുന്ന ഒരു ഫോഴ്സ് ആണ്. സോ ഞാൻ അതിനെ, സോ ദിസ് ഫോഴ്സ് വിൽ ബി കോൾഡ് F2 ആൻഡ് ഇതിന്റെ ഫോഴ്സ് ദാറ്റ് വിൽ ബി കോൾഡ് F1 എന്ന് വിളിക്കുന്നു. ഓക്കെ, അതായത് F2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മേലെ രണ്ടാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. ഓക്കെ, C2 എന്ന് വെച്ച് കഴിഞ്ഞാലോ രണ്ടാമത്തെ കണ്ടക്ടറിന്റെ മേലെ ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഫോഴ്സ് ആണ്. സോ എനിവേ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് F ഈസ് ഈക്വൽ ടു I ടൈംസ് dl. ഇത് ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. സോ അതിനെ F2 എന്നാണ് വിളിച്ചത്. dl ടൈംസ് ഏത് കണ്ടക്ടറിന്റെ കറണ്ട് മൂലമായിരിക്കും അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് മൂലമായിരിക്കും? രണ്ടാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് മൂലമായിരിക്കും. സോ ദിസ് ഇസ് I1. സോ ഐ ക്യാൻ കോൾ ദിസ് F2 വിൽ ബി ഈക്വൽ ടു I1 ടൈംസ് dl B2. സോ B2 ടൈംസ് ഇന്റഗ്രൽ dl എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യുന്നു. ദിസ് ഇസ് ദ ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു ദ സെക്കൻഡ് കണ്ടക്ടർ. സോ അല്ലെങ്കിൽ F12 എന്ന് റെപ്രസെന്റ് ചെയ്യാം. Force on the first conductor due to the second conductor and the force on the second conductor due to the first conductor. So അതായിരിക്കും കുറച്ചും കൂടി നോൺ കൺഫ്യൂസിങ്. സോ F12 എന്ന് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഓൺ ദ ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു ദ സെക്കൻഡ് കണ്ടക്ടർ ആൻഡ് ഫോഴ്സ് ഓൺ ദ സെക്കൻഡ് കണ്ടക്ടർ ഡ്യൂ ടു ദ ഫസ്റ്റ് കണ്ടക്ടർ F21. സോ F12 ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. I1 ആണ് പാസ് ചെയ്യുന്ന കറണ്ട്, B2 ആണ് സെക്കൻഡ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ്. Now I am calculating F12 divided by integral dl. That will be equal to I1 times B2. എന്താണത്? F divided by ഇന്റഗ്രൽ ഓഫ് dl. ഇന്റഗ്രൽ ഓഫ് dl ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? കണ്ടക്ടറിന്റെ ടോട്ടൽ ലെങ്ത് ആണ് കിട്ടുക. dl എന്ന് വെച്ചാൽ ചെറിയൊരു ലെങ്ത് എലമെന്റ് അല്ലേ. ഇന്റഗ്രൽ dl ടോട്ടൽ ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ. ഫോഴ്സ് പെർ ടോട്ടൽ ലെങ്ത്, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് നമ്മൾ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ ഫസ്റ്റ് കണ്ടക്ടർ ഡ്യൂ ടു ദ സെക്കൻഡ് കണ്ടക്ടർ വിൽ ബി I1 ടൈംസ് B2. B2ന് എനിക്ക് എക്സ്പ്രഷൻ എഴുതാൻ പറ്റുമല്ലോ. വാട്ട് ഈസ് എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കണ്ടക്ടർ? ഒരു ഇൻഫിനിറ്റ് കണ്ടക്ടർ ആണ്. സോ അതുകൊണ്ട് തന്നെ μ0 I ഡിവൈഡഡ് ബൈ 2πz എന്ന് എഴുതാം.
ഈ എക്സ്പ്രഷൻ എവിടെ നിന്ന് കിട്ടി? തൊട്ട് മുന്നേ നമ്മൾ ഡിറൈവ് ചെയ്തു, മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് കണ്ടക്ടർ. സോ നമ്മൾ ആ ഒരു എക്സ്പ്രഷൻ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് F12 divided by integral dl ആണ്. That will be equal to I1 times B2 ആണ്. So I1 times B2, B2 നെ എനിക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? I1 times mu 0 I2 divided by 2 pi z ന് പകരം r. R is the distance between these two conductors. So ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ finally I can write mu 0 I1 I2 divided by 2 pi r എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. This is the force on the first conductor due to the second conductor divided by the total length. Force per unit length acting on the first conductor. Now ഇതേപോലെ നമുക്ക് സെക്കൻഡ് കണ്ടക്ടറിനെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ. സോ അത് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാനില്ല, വളരെ എളുപ്പമാണ്, നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. F21 എന്നാണ് അതിനെ വിളിക്കുന്നത്. F21 will be equal to I times dl cross രണ്ടാമത്തെ കണ്ടക്ടറിന്റെ മേലെ ആക്ട് ചെയ്യുന്നത് ഒന്നാമത്തെ കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ B1. സോ അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 ആണ്. സോ I2 times integral of dl cross B1 എന്ന് എഴുതാം. What is B1? B1 ന്റെ എക്സ്പ്രഷൻ എനിക്ക് എഴുതാം mu 0 I divided by 2 pi z എന്നാണ്. So B1 will be mu 0 I1 divided by 2 pi r ആണ്. And dl cross B, dl ഉം b യും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, dl ന്റെ ഡയറക്ഷൻ മേലേക്കാണ്, മാഗ്നറ്റിക് ഫീൽഡ് into the plane of the paper ആണ്. So this direction and this direction 90 degree ആണ്. So അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? I2 times dlb sin 90 എന്നുള്ളതിനെ dlb എന്ന് എഴുതാം. സോ b പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ സോ ദിസ് ഇസ് b1. I2 times b1 times integral of dl ആണ്. ആൻഡ് F21 നെ dl കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? I2 times b1 കിട്ടുന്നു. Now I2 times b1 എന്നുള്ളതിനെ I2 times mu 0 I1 divided by 2 pi r എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു F21 divided by integral of dl. So that is equal to mu 0 I1 I2 divided by 2 pi r എന്ന് കിട്ടുന്നു. So this is my second expression. That is the force on the second conductor due to the first conductor. So നോക്കിക്കഴിഞ്ഞാൽ രണ്ട് എക്സ്പ്രഷനുകളും ഈക്വൽ ആണെന്ന് കാണാൻ സാധിക്കും. അതായത് രണ്ട് കറണ്ട് ക്യാരി ചെയ്യുന്ന ഇൻഫിനിറ്റ് കണ്ടക്ടേഴ്സ് ഉണ്ടെങ്കിൽ the force on the conductor, second conductor due to the first conductor ഉം the force on the first conductor due to the second conductor ഉം ഈക്വൽ ആയിരിക്കും. സോ രണ്ട് ഫോഴ്സുകൾ പരസ്പരം ഈക്വൽ ആയിരിക്കും. Now അടുത്തായിട്ട് കണ്ടെത്തേണ്ടത് ഇവർ അട്രാക്റ്റീവ് ഫോഴ്സ് ആണോ റിപ്പൾസീവ് ഫോഴ്സ് ആണോ എന്നുള്ളതാണ്. Now അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് അല്ലെങ്കിൽ ഏത് ലോ ആണ് ഉപയോഗിക്കുക? നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ പഠിക്കുന്നതാണ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് അല്ലെങ്കിൽ വെലോസിറ്റി, ഇത് രണ്ടെണ്ണത്തിന് അല്ലെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളെയും റിലേറ്റ് ചെയ്യുന്ന ഒരു ലോ ഉണ്ട്. ഇതാണോ ഇതാണോ? നമുക്ക് രണ്ട് കൈയുണ്ട്, റൈറ്റ് ഹാൻഡ് റൂൾ ആണോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണോ? മറക്കരുത്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് മൂന്നിനെയും പരസ്പരം റിലേറ്റ് ചെയ്യുന്നു. എഫ് ബി ആൻഡ് ഐ അല്ലെങ്കിൽ എഫ് ബി ആൻഡ് വി, വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജസ് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ്. Now അങ്ങനെയാണെങ്കിൽ എഫ് ബി വി എന്നുള്ളതാണ് നമ്മളുടെ റൂള്. ഓക്കെ, ഫാത്തിമ ബി വി, എഫ് ബി വി. ആ ഒരു റൂള് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു? ഇവിടെ നമ്മൾ രണ്ട് കണ്ടക്ടറുകളിലും മാഗ്നറ്റിക് ഫീൽഡിന്റെയും ഫോഴ്സിന്റെയും ഒക്കെ ഡയറക്ഷൻ നോക്കാം. ഒന്നാമത്തെ കണ്ടക്ടർ എടുത്ത് നോക്കാം. സോ ഒന്നാമത്തെ കണ്ടക്ടർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഐ, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈ നടുവിലുള്ള വിരലാണ്. സോ അത് മുകളിലേക്കാണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? ഇൻ ടു ദ പ്ലെയിൻ ഓഫ് ദ പേപ്പർ ആണ്. സോ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടക്ടറിൽ നിന്നുള്ള ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലും, സോ പച്ച കളർ കൊണ്ട് കാണിക്കാം. സോ ഇയാളുടെ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലും ഇയാളുടെ ഫോഴ്സ് ഈ ഒരു ഡയറക്ഷനിലും ആയിരിക്കും നമുക്ക് കിട്ടുക. ദാറ്റ് മീൻസ് ദേ ആർ മ്യൂച്വലി ഗെറ്റിംഗ് അട്രാക്റ്റഡ്. രണ്ടാളും പരസ്പരം മ്യൂച്വലി അട്രാക്ട് ചെയ്യുന്നു. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒരാളുടെ കറണ്ടിന്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആയിരുന്നെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം റിപ്പൽഷൻ ആയേനെ. സോ ഒരു ഇൻഫിനിറ്റ് കണ്ടക്ടർ, ഇതൊക്കെ നിങ്ങൾ എക്സാം ഹോളിൽ പോകുമ്പോൾ ഈ റൈറ്റ് ഹാൻഡും ലെഫ്റ്റ് ഹാൻഡും ഒന്നും ഉപയോഗിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റണം. ഇതൊരു വളരെ ജനറൽ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആണ്. അതായത് രണ്ട് കണ്ടക്ടറുകളിലൂടെ കറണ്ട് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ mu 0 I1 I2 ഡിവൈഡഡ് ബൈ 2 pi r. ഈ ഒരു എക്സ്പ്രഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് എ സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ. നമുക്ക് എൻട്രൻസ് എക്സാമുകൾക്കായാലും ഒക്കെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു റെഡിമെയ്ഡ് ഇക്വേഷൻ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. mu 0 I1 I2 ഡിവൈഡഡ് ബൈ 2 pi r. r is the separation between the two wires. രണ്ട് വയറിലും ഒരേ ഡയറക്ഷനിലാണ് കറണ്ട് പാസ് ചെയ്യുന്നതെങ്കിൽ അവർ തമ്മിൽ മ്യൂച്വലി അട്രാക്ഷൻ ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ഡയറക്ഷൻ താഴേക്കും മറ്റതിന്റെ മുകളിലേക്കുമാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എങ്കിൽ ദാറ്റ് വിൽ ബി ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. സോ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഓക്കെ, രണ്ടാളുടെയും ഫോഴ്സ് ഈക്വൽ ആണ് ആൻഡ് ദേ ആർ മ്യൂച്വലി അട്രാക്റ്റീവ്. ഓക്കെ, സിമ്പിൾ. Now similarly മറ്റൊരു പ്രോബ്ലം നോക്കാം. മറ്റൊരു സ്പെഷ്യൽ കേസ് ആണ് നമ്മുടെ ബയോട്ട്-സേവർട്ട് ലോയുടെ. Now find the intensity of magnetic field above the center of the loop of radius r carrying a steady current I. ഒരു സ്റ്റഡി കറണ്ട് I ക്യാരി ചെയ്യുന്ന ഒരു സർക്കുലർ ലൂപ്പ് ഉണ്ട്.
അതിൻ്റെ ആക്സിയൽ പോയിന്റിൽ, സോ അതായത് അതിൻ്റെ സെൻട്രൽ നിന്ന് അറ്റ് എ ഹൈറ്റ് Z അല്ലെങ്കിൽ എക്സ് നമുക്ക് നമ്മളുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എഗെയിൻ ഞാൻ ഡയഗ്രാം ഒന്ന് സ്വന്തമായിട്ട് വരയ്ക്കുകയാണ് ഫോർ മൈ സാറ്റിസ്ഫാക്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഒരു സർക്കുലർ ലൂപ്പാണ്. സോ സർക്കുലർ ലൂപ്പിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഐ എം കോളിംഗ് ദാറ്റ് കറണ്ട് I. ആൻഡ് ഈ പ്രോബ്ലങ്ങളൊക്കെ ഡയഗ്രത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള പ്രോബ്ലം ആണ്. സോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഡയഗ്രാം വരയ്ക്കാൻ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അറിയണം എന്നുള്ളതാണ്. ഓക്കെ, ഡയഗ്രാം പ്രോപ്പറായിട്ട് അറിയാമെങ്കിൽ ഈ പ്രോബ്ലം ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആണ്. DL. ഈ തന്നിട്ടുള്ള ഞാനൊരു ആക്സിസ് കൂടി വരയ്ക്കുകയാണ്. സോ ദിസ് ഇസ് മൈ Y ആക്സിസ് ആൻഡ് ദിസ് ഇസ് മൈ Z ആക്സിസ്. Z ആക്സിസിലുള്ള ഒരു പോയിന്റിലാണ് എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അറ്റ് ദിസ് പെർട്ടിക്കുലർ പോയിന്റ് ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ദ മാഗ്നറ്റിക് ഫീൽഡ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഇവരെ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ട് ഒരു ലൈൻ വരയ്ക്കുകയാണ്. സോ ഇഫ് ഐ ക്യാൻ ഡ്രോ എ ലൈൻ ലൈക്ക് ദിസ്, ഐ എം കോളിംഗ് ദിസ് R. ഈ ഒരു വെക്ടറിനെ ഞാൻ R എന്ന് വിളിക്കുന്നു. ആൻഡ് ദിസ് വിൽ ബി ക്യാപിറ്റൽ ലെറ്റർ R. ക്യാപിറ്റൽ ലെറ്റർ R എന്ന് വെച്ചാൽ എന്താണ്? ഈ തന്നിട്ടുള്ള ലൂപ്പിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ ചെറിയൊരു ലെങ്ത് എലമെൻറ്റ് DL ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ട് എന്ന് വയ്ക്കുക. കറണ്ട് I ആണ് ഇവരുടെ ഇടയിലൂടെ പാസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ ടേക്ക് ദിസ് ആംഗിൾ ആസ് ഫൈ. ഞാൻ ഈ ഒരു ആംഗിളിനെ ഫൈ എന്ന് വിളിക്കുന്നു. ദിസ് ഇസ് മൈ ആംഗിൾ ഫൈ. ഈ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും എന്നാണ് എന്നോട് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് സംവാട്ട് ആൻ ഈസി കേസ്. നമുക്ക് തന്നുള്ള ഒരു സ്ക്വയർ ലൂപ്പ് ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബുദ്ധിമുട്ടായേനെ. ഈ ഒരു പ്രോബ്ലത്തിൽ നമുക്ക് ഇതിൻ്റെ സിമെട്രി യൂസ് ചെയ്യാം. പ്രോബ്ലത്തിൻ്റെ സിമെട്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം വളരെയധികം സിംപ്ലിഫൈഡ് ആവും. ഈ ഒരു പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ജസ്റ്റ് വരയ്ക്കുകയാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി ഇൻ ദിസ് ഡിറക്ഷൻ. ഇങ്ങനെയായിരിക്കും എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക. സോ ദിസ് വിൽ ബി ദ ഡയറക്ഷൻ ഓഫ് മൈ മാഗ്നറ്റിക് ഫീൽഡ്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഒരു ചെറിയ ലെങ്ത് എലമെന്റ്, സോ ഐ ആം കോളിംഗ് ദിസ് DB. കാരണം എന്താണ്? ഈ DL എന്ന് പറയുന്ന എലമെന്റ് മൂലം ഈ തന്നിട്ടുള്ള പോയിന്റ് Pയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനാണ് ഈ വരച്ചിരിക്കുന്നത്. പക്ഷേ ഈ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ DL മാത്രമല്ല, ഇതേപോലെ കുറേ DLകളുണ്ട്. എല്ലാ സൈഡിലും DLകൾ ചേർന്നിട്ടാണ് എൻ്റെ ടോട്ടൽ റിങ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെങ്ത് സ്മോൾ DL ആണെങ്കിൽ കറസ്പോണ്ടിംഗ്ലി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു DL ഉണ്ടാവും. ആ DL മൂലം ഇതേപോലെ തന്നെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ് ലൈക്ക് ദിസ്. നമുക്ക് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇതും DB ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ മാഗ്നറ്റിക് ഫീൽഡിനെ അതിൻ്റെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? ഇതിനെ മാഗ്നറ്റിക് ഫീൽഡിനെ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഇങ്ങനെ കിട്ടുന്നു. ആൻഡ് ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. സോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ കമ്പോണൻസ് DB എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കമ്പോണൻറ്റ് വൈസ് സ്പ്ലിറ്റ് ചെയ്താൽ, ആൻഡ് ദിസ് ഇസ് ആംഗിൾ ഫൈ. ഇത് ആംഗിൾ ഫൈ ആണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദിസ് വൺ ആസ് ആംഗിൾ ഫൈ. ഇതും എൻ്റെ ആംഗിൾ ഫൈ ആയിരിക്കും. ആൻഡ് ഓൾട്ടർനേറ്റീവ് ആംഗിൾസ്, ഇത് ഫൈ ആണെങ്കിൽ രണ്ട് പാരലൽ ലൈൻസ് ആണ്, അതുകൊണ്ട് ഇതും ഫൈ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ഇവിടെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഈ DBയെയും ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഐ വിൽ ഗെറ്റ് ദിസ് വൺ ആസ് ഫൈ. ഇയാളെയും എനിക്ക് ഫൈ എന്ന് വിളിക്കാം. ഇയാളുടെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ്? ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹവും ഫൈ ആയിരിക്കും. സോ ദിസ് വിൽ ബി ഫൈ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ആംഗിളുകളെ DB സൈൻ ഫൈ എന്നും സിമിലർലി ഈ തന്നിട്ടുള്ള പെർപെൻഡിക്കുലർ കമ്പോണൻറ്റുകളെ DB കോസ് ഫൈ എന്നും വിളിക്കാം. സോ ഡയഗ്രാം ഈസ് ഇമ്പോർട്ടൻറ്റ്. ഡയഗ്രാം പ്രോപ്പറായിട്ട് മനസ്സിലാക്കണം. സോ DB സൈൻ ഫൈ ആൻഡ് DB കോസ് ഫൈ എന്ന് വിളിക്കാം. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയഗണലി അല്ലെങ്കിൽ റേഡിയലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള രണ്ട് DL കമ്പോണൻറ്റുകളെയാണ് ചൂസ് ചെയ്തത്. ഇതേപോലെ ഒരുപാട് DL കമ്പോണൻറ്റുകളുണ്ട്. ഇവിടെയൊക്കെ കുറേ DL കമ്പോണൻറ്റുകളുണ്ട്. ഇതുമൂലം എല്ലാം ഈ ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഈ മാഗ്നറ്റിക് ഫീൽഡുകൾക്കൊക്കെ Z കമ്പോണൻറ്റും ഉണ്ട്, Y കമ്പോണൻറ്റും ഉണ്ട്. ഇതാണ് Y കമ്പോണൻറ്റ്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം കാണാൻ സാധിക്കും. ഇതിലെ Y കമ്പോണൻസ് DB സൈൻ തീറ്റ ആണെങ്കിൽ ഇവിടെ മൈനസ് DB സൈൻ തീറ്റ ആണ്. ദേ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. സോ Y കമ്പോണൻറ്റുകളെല്ലാം ക്യാൻസൽ ആവുന്നു. ആകെ ആര് മാത്രമേ നിൽക്കുള്ളൂ? ഈ തന്നിട്ടുള്ള Z കമ്പോണൻറ്റ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. മുകളിലേക്കുള്ള കമ്പോണൻറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. കാരണം ബാക്കിയുള്ള എല്ലാ Y കമ്പോണൻറ്റുകളും റേഡിയലി ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു കൺസെപ്റ്റ് ആണ് ഈ പ്രോബ്ലത്തിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. അതായത് Y എലമെൻറ്റുകളെല്ലാം ക്യാൻസൽ ആവുന്നു എന്നുള്ളത് നമുക്ക് ഡയഗ്രത്തിൽ നിന്ന് മനസ്സിലാവണം. ആകെ എക്സിസ്റ്റ് ചെയ്യുന്നത് Z കമ്പോണൻസ് മാത്രമായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഈക്വൽ ടു DB കോസ് തീറ്റ. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് DB മസ്റ്റ് ബി കോൺട്രിബ്യൂട്ടഡ് ബൈ DB കോസ് ഫൈ. കോസ് ഫൈ മാത്രമായിരിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഐ ക്യാൻ റൈറ്റ് DB ഈസ് ഈക്വൽ ടു DB കോസ് ഫൈ എന്ന് എഴുതാൻ പറ്റും. ആറിനെ എനിക്ക് വേണമെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് R² പ്ലസ് Z² എന്ന് എഴുതാം. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ആൻ എക്സ്പ്രഷൻ ഫോർ കോസ് ഫൈ. വളരെ സിമ്പിൾ ആണ്. കോസ് ഫൈക്ക് എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ adjacent side divided by hypotenuse എന്നാണ്. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു adjacent side എന്ന് പറയുമ്പോൾ R ആണ്, hypotenuse എന്ന് പറയുമ്പോൾ this R. സോ ദിസ് R, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ R നെ എനിക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? യൂസിങ് പൈത്തഗോറസ് തിയറം, ബേസ് സ്ക്വയർ. സോ R² പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് R² പ്ലസ് എൻ്റെ ഹൈറ്റ്
z square എന്ന് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. Now അങ്ങനെയാണെങ്കിൽ സിമിലർലി എനിക്ക് dB എങ്ങനെ എഴുതാൻ പറ്റും? dB can be written as mu 0 I divided by 4 pi I dl cross. ഓക്കെ, ഓൾറെഡി ഒരു തവണ നമ്മൾ I എഴുതിയിട്ടുണ്ട്. സോ dl ക്രോസ് r അല്ലെങ്കിൽ r ക്യാപ് ഡിവൈഡഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതാം. dl ക്രോസ് r ക്യാപ് എന്ന് വെച്ചാൽ എന്താണ്? dl ക്രോസ് r ക്യാപ് ഈസ് ഈക്വൽ ടു dl r ക്യാപ് സൈൻ തീറ്റ ആണ്. സോ dl ക്രോസ് r ക്യാപ് ഈസ് ഈക്വൽ ടു dl r ക്യാപ് 1 ആയതുകൊണ്ട് ഞാൻ മാഗ്നിറ്റ്യൂഡ് എഴുതുന്നില്ല. സോ dl സൈൻ തീറ്റ എന്ന് എഴുതാം. സോ ഇവിടെ നമ്മുടെ കേസിൽ ആംഗിൾ ഫൈ ആയതുകൊണ്ട് ഇവിടെ നമ്മുടെ ആംഗിൾ ഫൈ അല്ല. സോ നമുക്കൊന്നുകൂടി നോക്കാം. സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഡിബിയുടെ എക്സ്പ്രഷൻ dB ഈസ് ഈക്വൽ ടു dB കോസ് ഫൈ എന്നുള്ളതാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കമ്പോണന്റുകളിൽ z കമ്പോണന്റ് മാത്രമേ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുള്ളൂ. ആ dl-ഉം r-ഉം തമ്മിലുള്ള ആംഗിൾ ആണ് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. dl ക്രോസ് r ക്യാപ് ദാറ്റ് ഈസ് ഈക്വൽ ടു dlr സൈൻ തീറ്റ. ഇവിടെ നോക്കിക്കേ, r എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ്, dl എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ ലെങ്ത് എലമെന്റ് ആണ്. ഇവർ തമ്മിലുള്ള ആംഗിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഈ dl എന്ന് പറയുന്ന ലെങ്ത് എലമെന്റിന്റെ മെല്ലെ എടുക്കുകയാണ്. എന്നിട്ട് ഇതാണ് നിങ്ങൾ ഈ കാണുന്ന dl എന്ന് പറയുന്ന ലെങ്ത് എലമെന്റ്. ഓക്കെ, ഞാൻ മറ്റൊരു പെർസ്പെക്റ്റീവിൽ നിന്ന് മറ്റൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ r വരയ്ക്കുന്നത് r എങ്ങോട്ടേക്കായിരിക്കും? സോ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കിയാൽ, ഈ dl-നെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ യുവർ ആംഗിൾ വിൽ ബി അല്ലെങ്കിൽ r വിൽ ബി ലൈക്ക് ദിസ് ആൻഡ് ഇതാണ് എൻ്റെ പോയിന്റ് P. അങ്ങനെയാണെങ്കിൽ dl-ഉം r-ഉം തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ദാറ്റ് വിൽ ബി ഈക്വൽ ടു 90 ഡിഗ്രി. dl-ഉം r-ഉം തമ്മിലുള്ള ആംഗിൾ ഇവിടെയും 90 ഡിഗ്രി ആയിരിക്കും. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഒരു പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തതിന് ശേഷം പേപ്പറിൽ നിങ്ങൾ ഒരു സർക്കിൾ വരച്ച് നോക്കുക. സർക്കിളിൽ നിങ്ങളൊരു ചെറിയ dl എന്ന് പറയുന്ന എലമെന്റ് കൺസിഡർ ചെയ്യുക. dl-ൽ നിന്ന് സെൻട്രൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന dl-ലേക്ക് ഒരു ലൈൻ വരയ്ക്കുക. നിങ്ങൾക്കറിയാം റേഡിയസും അതുപോലെ തന്നെ ആർക്കും പരസ്പരം പെർപെൻഡിക്കുലർ ആയിരിക്കും. ദിസ് വിൽ ബി പെർപെൻഡിക്കുലർ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പോയിന്റ് ഫിക്സ്ഡ് ആക്കി വെക്കുന്നു. ഏത് പോയിന്റ്? ഈ പോയിന്റ് ഫിക്സ്ഡ് ആക്കി വെച്ചിട്ട് ഇതിന്റെ സെൻട്രൽ നിന്ന് ഞാൻ മെല്ലെ ഈ റേഡിയൽ വെക്ടറിനെ ഒന്ന് റൈസ് ചെയ്യിപ്പിക്കുന്നു, ഒന്ന് ഉയർത്തുന്നു. അങ്ങനെ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കോൺഫിഗറേഷൻ ആണ് കിട്ടുക. അതായത് dl-ൽ നിന്ന് ആദ്യം ഇവിടെ ആയിരുന്ന ഈ ഒരു പോയിന്റിനെ ഞാൻ മെല്ലെ മുകളിലേക്ക് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ, അറ്റ് ഹൈറ്റ് z ഞാൻ റൈസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ r വെക്ടർ കിട്ടുന്നു. നിങ്ങൾ ഈ റൈസ് ചെയ്യുന്നതിനനുസരിച്ചും ഇവർ തമ്മിലുള്ള ആംഗിൾ വ്യത്യാസപ്പെടുന്നില്ല. ഈ dl-ഉം r-ഉം തമ്മിലുള്ള ആംഗിൾ വ്യത്യാസപ്പെടുന്നില്ല. ദാറ്റ് ആംഗിൾ വിൽ ബി ഓൾവേസ് 90 ഡിഗ്രി. സോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ dl-ഉം r-ഉം തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ അതുകൊണ്ട് dl സൈൻ തീറ്റ എന്നുള്ളത് ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് dl സൈൻ pi by 2 dl sin 90 എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു dl n ക്യാപ് എന്ന് എഴുതാം. സോ ഓൾവേസ് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ dl n ക്യാപ് എന്ന് ഞാൻ എഴുതുന്നു. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഒരു എക്സ്പ്രഷനിലേക്ക് ടോട്ടലി ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ടോട്ടൽ dB എന്തായിട്ട് മാറുന്നു? ടോട്ടൽ dB വിൽ ബി mu 0 I divided by 4 pi dl divided by r square cross r cap. So that will be n cap and times sin phi അല്ലെങ്കിൽ cos phi എന്നുള്ളതിനെ r divided by r എന്ന് എഴുതുന്നു. അങ്ങനെയാണെങ്കിൽ ഫ്രം ദിസ് എക്സ്പ്രഷൻ എനിക്ക് ഫൈനലി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സോ ദർ ഈസ് ആൻ ഇന്റഗ്രേഷൻ ആൻഡ് ആ ഇന്റഗ്രേഷനിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപ് r-ന് പകരം ഞാനിവിടെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള r സ്ക്വയർ പ്ലസ് z സ്ക്വയർ എന്നുള്ള എക്സ്പ്രഷൻ യൂസ് ചെയ്യുന്നു. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ഗെറ്റ് mu 0 I divided by 4 pi dl n cap r divided by r cube എന്ന് കിട്ടുന്നു. dB അല്ലല്ലോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എനിക്ക് b അല്ലേ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ b കാൽക്കുലേറ്റ് ചെയ്യുന്നു. b വിൽ ബി ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dB cos phi. ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഇപ്പോൾ dB cos phi-ക്ക് നമ്മൾ പുതുതായിട്ട് എഴുതിയിട്ടുള്ള ഈ ഒരു എക്സ്പ്രഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. mu 0 I divided by 4 pi then dl r, so dl n cap r divided by ഡിനോമിനേറ്ററിൽ നമുക്ക് r ക്യൂബ് ആണ് കിട്ടുന്നത്. ഫ്രം ദിസ് എനിക്ക് കോൺസ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് എടുക്കാം. mu 0 I divided by 4 pi and r divided by r cube dl n cap എന്നാണ് എനിക്ക് കിട്ടുന്നത്. r ക്യൂബിന് എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഐ ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് mu 0 I divided by 4 pi r divided by സ്മോൾ h r-നെ നമ്മൾ എക്സ്പ്രഷൻ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു യൂസിങ് our Pythagoras theorem. സ്മോൾ h r is equal to square root of capital R square plus z square. സോ അങ്ങനെയാണെങ്കിൽ r ക്യൂബ് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുക? സോ ദിസ് വിൽ ബി ഈക്വൽ ടു r square plus z square. ഓൾറെഡി അത് all raised to 1/2 ആണ്. സോ ഐ വിൽ ഗെറ്റ് 3/2. സോ r ക്യൂബ് വിൽ ബി ഈക്വൽ ടു r square plus z square all to the power of 3/2 എന്ന് കിട്ടുന്നു. സോ ഞാനത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു r square plus z square all to the power of 3/2 times dl. dl എന്ന് വെച്ചാൽ എന്താണ്? dl-നെ ടോട്ടലി ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ ഫ്രം ഇന്റഗ്രൽ 0 to 2 ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്താൽ എനിക്ക് എൻ്റെ ടോട്ടൽ ലൂപ്പിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ ആണ് കിട്ടുക. ആ സർക്കംഫറൻസ് ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഐ വിൽ ഗെറ്റ്
mu 0 I divided by 4 pi times r divided by r square plus z square all to the power of 3 by 2 integral dl ചെയ്താൽ total circumference കിട്ടുന്നു. So my magnetic field will be equal to mu 0 I divided by mu 0 I, now r divided by mu 0 I r divided by 4 pi times r square plus z square all to the power of 3 by 2 എന്ന് കിട്ടുന്നു. Also integrate ചെയ്ത് കഴിഞ്ഞാൽ perimeter 2 pi r എന്ന് കിട്ടുന്നു. Now 2 pi ഉം 4 pi ഉം cancel ആയിട്ട് denominator ഒരു 2 കിട്ടുന്നു. And finally I will get the expression for magnetic field as mu 0 I r square divided by r square plus z square all to the power of 3 by 2 എന്ന് കിട്ടുന്നു. And this is a very important expression. Okay, so magnetic field due to a circular current carrying conductor at an axial point which is at a height z. ഒരു circular loop ഉണ്ട്, circular loopന്റെ at a height z above its axis അല്ലെങ്കിൽ its central point magnetic field calculate ചെയ്യാനുള്ള expression ആണ്. And ഈ ഒരു എക്സ്പ്രഷനും സ്റ്റാൻഡേർഡ് എക്സ്പ്രഷൻ ആയിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം, നിങ്ങളുടെ ബൈ ഹാർട്ടഡ് ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മളോട് എപ്പോഴും ചോദിക്കാറുള്ള മെയിൻ ആയിട്ടുള്ള 3 ഇക്വേഷനുകളാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. B0 mu 0 I r square divided by, and there will be a 2 also here, ഇവിടെ നമ്മൾ 2 വിട്ടു പോയിട്ടുണ്ട്, 2 r square plus z square എന്ന് കിട്ടുന്നു. ഓക്കെ, now ഇതിന്റെ 1-2 സ്പെഷ്യൽ കേസുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ബി അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഒരു പോയിന്റ് ആണ് നമ്മളുടെ z എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, ഇനി ഇങ്ങനെ അല്ല, z is equal to 0 ആണെന്നെങ്കിൽ ഇമാജിൻ ചെയ്യാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് വാട്ട് ഈസ് മൈ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാക്കിയെടുക്കാം. അതായത് ഈ ഒരു എക്സ്പ്രഷൻ, ദിസ് ഇസ് ദ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ഫ്രം ദിസ് എക്സ്പ്രഷൻ വെൻ z ടേൺസ് 0, അതായത് സർക്കുലർ ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് B will be equal to mu 0 I r square divided by 2 times r square, z 0 ആയി പോയില്ലേ, 3 by 2. So 3 by 2 സ്ക്വയറും all to the power of 1 by 2 ക്യാൻസൽ ആയി പോകുന്നു. I will get mu 0 I r square divided by 2 times r cube എന്ന് കിട്ടുന്നു. ഡിനോമിനേറ്ററിലുള്ള ഒരു r ക്യൂബിന്റെ ക്യൂബും ന്യൂമറേറ്ററിലുള്ള r സ്ക്വയറും ക്യാൻസൽ ആയാൽ I will get mu 0 I divided by 2r എന്ന് കിട്ടുന്നു. Okay, this will be my magnetic field at the center of my loop. ലൂപ്പിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ സെന്റർ ഓഫ് ദ സർക്കുലർ ലൂപ്പ് B is equal to mu 0 I divided by 2r. Now let me ask you another question. ഇവിടെ നമുക്കുള്ളത് ഒരു സിംഗിൾ ലൂപ്പ് അല്ല എന്ന് വിചാരിക്കുക. ഇറ്റ് ഈസ് സംവാട്ട് ലൈക്ക് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡ് പോലെ ഒന്നിലധികം ചുറ്റുകളുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്കുള്ളതെന്ന് വിചാരിക്കുക. ഓരോ സ്ട്രക്ചറും ഈ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, mu 0 ni എന്നായിട്ട് നമ്മുടെ മാറുന്നു. സോ ടോട്ടൽ n നമ്പർ ഓഫ് ടേൺസ് ഉണ്ടെങ്കിൽ B will be equal to mu 0 ni divided by 2r. ഓക്കെ, ഞാൻ ഓരോ എക്സ്പ്രഷൻസ് ആയിട്ട് എഴുതാം. ഒന്നാമത്തേത് at an axial point that will be equal to B will be equal to mu 0 n number of turns ഉണ്ട് I r square divided by 2 times r square plus z square all to the power of 3 by 2 in the z cap direction. So this is the magnetic field at an axial point. Now at the central point, ഒരു സർക്കുലർ ലൂപ്പിന്റെ സെന്ററിൽ magnetic field will be mu 0 ni divided by 2r times, okay, that will be at the center. Okay, now അടുത്തത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻ ദ കേസ് r വളരെ ചെറുതാകുന്ന കേസിൽ, r is equal to approximately 0 ആകുന്ന കേസിൽ. സോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സ്പ്രഷനിൽ നമ്മുടെ r ന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വി വിൽ ഗെറ്റ് ഇൻ ദാറ്റ് കേസ് മാഗ്നറ്റിക് ഫീൽഡ് B will be equal to mu 0 n I r square divided by 2 times z cube എന്ന് കിട്ടുന്നു. സോ ഈ ഒരു എക്സ്പ്രഷനിൽ r square 0 ആയി കഴിഞ്ഞാൽ we will get 2 times z cube. So this is my third case. ഒന്ന് r, അതായത് റേഡിയസ് ഓഫ് ദ റിംഗ് വളരെ ചെറുതാകുന്ന സമയത്ത്. ഓക്കെ, അതായത് ഞാൻ ഒന്നുകൂടി വരയ്ക്കാം. സോ ഈ ഒരു കേസിൽ അറ്റ് ദ സെന്റർ, ഈ ഒരു സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണെന്ന് ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം. സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയണം B is equal to mu 0 ni divided by 2r times z cap. Now ചിലപ്പോൾ നമ്മളോട് ചോദിച്ചേക്കാം നമ്മുടെ റേഡിയസ് ഇതാണ്, ആക്സിയൽ ഡിസ്റ്റൻസ് z ആണ്, ഇറ്റ്സ് എ വെരി ലോങ് ഡിസ്റ്റൻസ് അവേ, ഒരുപാട് ദൂരെയാണെന്ന് വിചാരിക്കാം. Z is so larger than r. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എഴുതാം, mu 0 ni r square divided by 2 times z cube z cap എന്ന് എഴുതാം. Now at an axial point z ആണെങ്കിൽ എങ്ങനെ എഴുതാം, രണ്ടെണ്ണത്തിന്റെ കോമ്പിനേഷൻ ആണ് mu 0 ni divided by r square times 2 times r square plus
z square all to the power of 3 by 2 z cap എന്ന് എഴുതാം. So this is an intermediate distance z. This is at the center of the circular loop. This is at a very long distance, very long vertical distance from my current carrying loop. വളരെ സിമ്പിൾ ആയിട്ടുള്ള, വളരെ ബേസിക് ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഡെറിവേഷൻസ് ആണ്. കാണുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടും കുറച്ച് ടയർസമായിട്ടും ഒക്കെ തോന്നാം. പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ ബയോട്ട് സെവേർട്ടിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്, അല്ലെങ്കിൽ പ്രോബ്ലംസ് ആണ്. ആൻഡ് പ്രോബ്ലംസിനെ പറ്റി പറഞ്ഞപ്പോൾ പ്രോബ്ലം സെക്ഷനിലും ഇത് ധാരാളമായിട്ട് ചോദിക്കാറുണ്ട്. ഈ തന്നിട്ടുള്ള ഇക്വേഷനുകൾ പലപ്പോഴും നമ്മളുടെ കാര്യത്തിൽ നമുക്കൊരു റിങ് തരും. റിങ്ങിൻ്റെ സെൻറ്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് പലപ്പോഴും നമ്മളോട് ഇവാലുവേറ്റ് ചെയ്യാൻ പറയും. നമുക്ക് വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ടാവും, അതിൻ്റെ റേഡിയസും ബാക്കിയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് തന്നിട്ടുണ്ടാവും. നമ്മളോട് പറയുക സെൻറ്റർ ഓഫ് ദ റിങ്ങിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. ആ സമയത്ത് ഈ ഡെറിവേഷൻ ഫുള്ള് ചെയ്യാൻ നിൽക്കുന്നതിന് പകരം ഇഫ് വി നോ ദിസ് റെഡിമെയ്ഡ് ഇക്വേഷൻ, ഇഫ് വി നോ എക്സാക്ട്ലി z0 ആയാൽ മാഗ്നറ്റിക് ഫീൽഡ് μ0 ni/2r ആയിരിക്കും എന്ന് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആറിൻ്റെയും എന്നിൻ്റെയും ഐയുടെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. 2 കേസുകൾ, ഈ 3 കേസുകളും മറക്കാതിരിക്കുക. ആൻഡ് ഇതിന് മുന്നേ നമ്മൾ പഠിച്ച 2 പാരലൽ കണ്ടക്ടിങ് വയേഴ്സ് ഒരേ ഡയറക്ഷനിലാണ് കറണ്ടതെങ്കിൽ അട്രാക്ഷൻ ആൻഡ് വാല്യൂ എത്രയാണ്. സിമിലർലി അതിന് മുന്നേ കണ്ട ഇൻഫിനിറ്റ് ലോങ് വയർ ആൻഡ് എ വയർ അറ്റ് ആൻ ആക്സിയൽ പോയിന്റ്. സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ്, എക്സ്പ്രഷൻസ് നമുക്കറിയണം. ഇന്ന് തന്നെ ഈ തന്നിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എക്സ്പ്രഷനുകൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക, സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ, now moving forward, the magnetic dipole moment. മറ്റൊരു പ്രധാനപ്പെട്ട അതിഥിയാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. എന്താണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്നുള്ളതാണ് കാണാൻ പോകുന്നത്. ഓക്കെ, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. A current carrying loop is equivalent to a magnetic dipole with a dipole moment given by m is equal to nia. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് മാഗ്നറ്റിക് ഡൈപോൾസ് എന്ന് വെച്ചാൽ? നിങ്ങളുടെ കയ്യിൽ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ മാഗ്നറ്റിക് ഡൈപോൾ. ഡൈപോൾ, 2 പോളുകൾ, നോർത്ത് പോളും സൗത്ത് പോളും. നോർത്ത് പോളും സൗത്ത് പോളും ഉള്ള എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഡൈപോൾസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇലക്ട്രിക് ഡൈപോൾ ആണെങ്കിലോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും, 2 പോളുകൾ വേണം, അത്രേ ഉള്ളൂ സംഭവം. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ നോർത്തും സൗത്തും ഉള്ള ഒരു ബാർ മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മാഗ്നറ്റിക് മോണോപോൾസ് എന്ന് പറയാൻ പറ്റില്ല, ഇലക്ട്രിക് മോണോപോൾസ് എന്ന് പറയാൻ പറ്റും. ഇലക്ട്രിക് മോണോപോൾസ് എന്ന് വെച്ചാൽ എന്താ? ചാർജസ് ആണ്. ചാർജ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പോളല്ലേ ഉള്ളൂ. പോസിറ്റീവ് ചാർജ് എന്ന് വെച്ചാൽ പോസിറ്റീവ് മാത്രം, നെഗറ്റീവ് ചാർജ് എന്ന് വെച്ചാലോ നെഗറ്റീവ് മാത്രം. പക്ഷേ മാഗ്നറ്റിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഒരു മാഗ്നറ്റിനെ പിടിച്ച് 2ആയിട്ട് ഒടിച്ചു കഴിഞ്ഞാൽ എഗെയിൻ അതൊരു നോർത്തും സൗത്തും ആയിരിക്കും. മാഗ്നറ്റിക് മോണോപോൾസ് ഡസ് നോട്ട് എക്സിസ്റ്റ്. ഓക്കെ, എനിവേ കഥ അവിടെ നിൽക്കട്ടെ. ഇതാണ് നമ്മുടെ ബാർ മാഗ്നറ്റ് എന്ന് വിചാരിക്കുക. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ എങ്ങനെയാണ്? ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ഇറ്റ് ഈസ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ. ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. അറിയാം, ബേസിക് ആയിട്ടുള്ള കാര്യം. ബട്ട് വാട്ട് അബൌട്ട് ഇൻസൈഡ് ദ മാഗ്നറ്റ്? മാഗ്നറ്റിനുള്ളിൽ അതെങ്ങനെയാണ്? ഇറ്റ് ഈസ് ഫ്രം സൗത്ത് പോൾ ടു നോർത്ത് പോൾ. അതും നിങ്ങൾക്കറിയാം. ഓക്കെ, സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ഫോമിംഗ് ക്ലോസ്ഡ് ലൂപ്സ് ലൈക്ക് ദിസ്. നമ്മളോട് പറഞ്ഞത് എന്താണ്? കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു ലൂപ്പ് എടുത്താൽ അയാൾക്ക് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടായിരിക്കും എന്നാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കി നോക്കാം. സോ ഇതാണ് എൻ്റെ കറണ്ട് ക്യാരി ചെയ്യുന്ന ലൂപ്പ് എന്ന് വിചാരിക്കുക. ക്യാരി ചെയ്യുന്ന കറണ്ടിനെ എനിക്ക് I എന്ന് വിളിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഐ ആം ആസ്കിങ് യു ടു ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഓഫ് ദിസ് ലൂപ്പ്. നമുക്കറിയാം, നമ്മളുടെ റൈറ്റ് ഹാൻഡ് റൂൾ നമുക്കറിയാം. തമ്പ് നമ്മളുടെ കറണ്ടിന്റെ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കേളിംഗ് ഫിംഗേഴ്സ് ആർ ആക്ച്വലി പോയിന്റിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ടിന്റെ ഫ്ലോ ഓരോ പോയിന്റിലും നോക്കുക, കറണ്ട് എങ്ങോട്ടേക്കാണ് ഫ്ലോ ചെയ്യുന്നത് നോക്കാം. സോ റിംഗ് ആണ്, റിംഗിന്റെ ഓരോ പോയിന്റിലും കറണ്ട് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ്. സോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്, സോ ഞാൻ ഇവിടെ വരയ്ക്കാം. മൈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ലൈക്ക് ദിസ്. ഇവിടെ നിന്ന് ഇങ്ങനെയായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ ദേ വിൽ ബി ലൈക്ക് ദിസ്, ഇങ്ങനെ. സോ ഇൻ ജനറൽ ഐ ക്യാൻ ഡ്രോ ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ ലൈക്ക് ദിസ്. ഇത് എവിടെയെങ്കിലും കണ്ടതായിട്ട് പരിചയമുണ്ടോ? നമ്മളുടെ മാഗ്നറ്റിക് ഡൈപോളിന്റെ കാര്യം ഒന്ന് നോക്കിക്കേ. ഇറ്റ് ഈസ് ഓൾവേസ് മൂവിങ് ഫ്രം നോർത്ത് പോൾ ടു സൗത്ത് പോൾ, അങ്ങനെയല്ലേ? സോ ഇഫ് ദേ ആർ ഫോമിംഗ് ക്ലോസ് ലൂപ്സ് ഇത് ഇങ്ങനെയായിരിക്കും. അതായത് നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലേക്ക് ഫീൽഡ് ലൈനുകൾ പോകുന്ന പോലെ നമുക്ക് തോന്നുന്നു. സോ ചുരുക്കി പറഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിയിങ് ലൂപ്പ് ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആയിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് സത്യമാണ്. നമ്മൾ അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ വരച്ചാൽ ഒരു മാഗ്നറ്റിക് ഡൈപോൾ, ഒരു ബാർ മാഗ്നറ്റിൽ നിന്നുള്ള ഫീൽഡ് ലൈനുകൾ പോലെ തന്നെയാണ് നമുക്ക് കിട്ടുക. സോ ചുരുക്കി പറഞ്ഞാൽ വാട്ട് ഹി സെഡ് ഇസ് റൈറ്റ്. മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റഡ് ബൈ എ സർക്കുലർ ലൂപ്പ് ഈസ് ആക്ച്വലി ഇൻഡിക്കേറ്റിംഗ് എ മാഗ്നറ്റിക് ഡൈപോൾ. ആൻഡ് ഈ മാഗ്നറ്റിക് ഡൈപോളിന്റെ സ്ട്രെങ്ത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക? ഈ തന്നിട്ടുള്ള റിങ്ങിലൂടെയുള്ള കറണ്ട് കൂടി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? മോർ കറണ്ട് മീൻസ് മോർ മാഗ്നറ്റിക് ഫീൽഡ്, മോർ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കറണ്ട് ക്യാരിഡ് ബൈ ദ ലൂപ്പ്. രണ്ടാമത്തത് ഈ തന്നിട്ടുള്ള ലൂപ്പിന്റെ ഏരിയ ആണ്. വലിയ ലൂപ്പ് ആണെങ്കിൽ ലാർജർ പെരിമീറ്റർ ഉണ്ടായിരിക്കും, ലാർജർ സർക്കംഫറൻസ് ഉണ്ടായിരിക്കും, ലാർജർ കറണ്ട് പാസ് ചെയ്യും, ലാർജർ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. സോ
m is proportional to area also. Larger number of turns ഉണ്ടെങ്കിലോ again same case ആണ്. Number of turns, area of the loop, current passing through the loop. ഈ മൂന്ന് കാര്യങ്ങളും നമ്മളുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇതിൽ ഏത് കൂടിയാലും മാഗ്നറ്റിന്റെ ഡൈപോൾ മൊമെന്റ് കൂടും. ഓക്കെ, മാഗ്നറ്റ് വിൽ ബി എ മോർ ആൻഡ് മോർ സ്ട്രോങ്ങർ മാഗ്നറ്റ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം m is proportional to I a n എന്ന് എഴുതാം, അല്ലെങ്കിൽ m is equal to some constant times I n a എന്ന് എഴുതാം. കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. കേസ് ആക്ച്വലി 1, നമ്മുടെ ന്യൂട്ടന്റെ ലോ പോലെ ഇവിടെയും കോൺസ്റ്റന്റ് 1 ആണ്. സോ അങ്ങനെയാണെങ്കിൽ m is equal to NIA എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ഫോർ ദ ഡൈപോൾ മൊമെന്റ് നമ്മൾ എത്തിച്ചേരും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. ആൻഡ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ വളരെ രസകരമായ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്ച്വലി നമുക്കറിയാം മാഗ്നറ്റിസവും ഇലക്ട്രിക് ഫീൽഡും ദേ ആർ ലൈക്ക് ബ്രദേഴ്സ്. ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിൽ എന്ത് സംഭവിക്കുന്നു ആ കാര്യങ്ങളൊക്കെ മാഗ്നറ്റിക് ഫീൽഡിൽ സംഭവിക്കുന്നുണ്ട്. ബട്ട് ആക്ച്വലി നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും ബ്രദേഴ്സ് അല്ല. ആക്ച്വലി അത് ഒരാളാണ്, ഒരാളുടെ രണ്ട് ഫേസസ് മാത്രമാണ്. ഈ കാണുന്നതിനെല്ലാം ഒരു അനലോഗ് നമ്മൾ കാണുന്നുണ്ട്, പക്ഷേ ഇതെല്ലാം ഇലക്ട്രോ മാഗ്നറ്റിസം എന്നാണ് നമ്മളിപ്പോൾ പറയാറുള്ളത്. ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം ദേ ആർ നോട്ട് സെപ്പറേറ്റ്, ദാറ്റ് ഈസ് ദ സിംഗിൾ എൻറ്റിറ്റി. ഒരൊറ്റയാളാണ് ഇലക്ട്രോ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. സോ എനിവേ, ചാർജസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ there will be a current. കറണ്ട് എന്ന് വെച്ചാൽ ഇൻ എഫക്റ്റ് എന്താണ്? ദാറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് ചാർജസ് ആണ്. സോ ചുരുക്കി പറഞ്ഞാൽ ചാർജ് ഉണ്ടെങ്കിൽ, ചാർജ് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ ഇലക്ട്രിക് ഫീൽഡും ഉണ്ടാകും, മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടാവും. സോ ബേസിക് ആയിട്ടുള്ള ഈ ഒരു കാര്യം വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഇലക്ട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും ഒക്കെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ പറയാറുണ്ട്. നമുക്കറിയാം ഇലക്ട്രോൺ എന്ന് വെച്ചാൽ ഒരു ചാർജുള്ള ഒരു പാർട്ടിക്കിൾ ആണ്. ഇലക്ട്രോൺസ് രണ്ട് ടൈപ്പ് മോഷൻ ആണ് നടത്തുന്നത്. എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ കണ്ടിന്യൂസ് ആയിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട്, ഇലക്ട്രോൺ ഇത്തിരി കുഞ്ഞനാണ്, പക്ഷെ ആള് സ്വന്തം ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. സ്പിൻ ആൻഡ് റൊട്ടേഷൻ. സോ സ്വന്തം ആക്സിസിൽ സ്പിൻ ചെയ്യുന്നു, ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. ആര്? ഇലക്ട്രോൺ. ഈ മോഷൻ മൂലം ചാർജ് ഇൻ മോഷൻ ദാറ്റ് വിൽ ക്രിയേറ്റ് എ കറന്റ്. കറന്റ് വിൽ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോൺ ഇറ്റ് വിൽ ക്രിയേറ്റ് എ മാഗ്നറ്റിക് ഫീൽഡ്. ഓർബിറ്റൽ മോഷൻ മൂലവും സ്പിൻ മൂലവും അതൊരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. സോ ഇലക്ട്രോണിനെ സ്വന്തം ആക്സിസിൽ സ്പിൻ ചെയ്യുന്ന ഒരു പാർട്ടിക്കിളായിട്ട് എടുത്താൽ അതിൻ്റെ സ്പിൻ മൂലം അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ആൻഡ് ആൻ ഇലക്ട്രോൺ വിൽ ആക്ട് ആസ് എ ടൈനി ഡൈപോൾ മാഗ്നറ്റ്. ഒരു ഇലക്ട്രോൺ ഒരു ടൈനി ഡൈപോൾ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ആൻഡ് അങ്ങനെയുള്ള കേസിൽ ഇലക്ട്രോണിൻ്റെ ഡൈപോൾ മൊമെന്റിനെ അതിൻ്റെ ഇലക്ട്രോണിൻ്റെ ഡൈപോൾ മൊമെന്റ് ആയിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് mu b. ദാറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് 9.27 times 10 to the power of -24 joule per Tesla. ഇതിനാണ് നമ്മൾ ബോർ മാഗ്നറ്റോൺ എന്നൊക്കെ വിളിച്ചത്. ഓക്കെ, മാഗ്നറ്റിന്റെ ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ്. നാ ഒരു പ്രോട്ടോൺ എടുത്താൽ പ്രോട്ടോണും സ്പിൻ ചെയ്യുന്നുണ്ട്. പ്രോട്ടോണും ചാർജുള്ള പാർട്ടിക്കിൾ ആണ്. ചാർജുള്ള പാർട്ടിക്കിൾ സ്പിൻ ചെയ്താൽ കറണ്ട് ഉണ്ടാവും. ആ കറണ്ട് മൂലം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആൻഡ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പ്രോട്ടോണും ഒരു ടൈനി മാഗ്നറ്റ് ആണ്. ആ പ്രോട്ടോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 2.792 mu n. mu n എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ മാഗ്നറ്റോൺ എന്നാണ് പറയുന്നത്. സോ പ്രോട്ടോണിനും ഇലക്ട്രോണിനും മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. Now, what about neutrons? നിങ്ങൾക്ക് പലർക്കും ആൻസർ കിട്ടിയിട്ടുണ്ടാവും ന്യൂട്രോണിന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ. ന്യൂട്രോണിന്റെ ചാർജ് എന്താണ്? ന്യൂട്രോൺ ചാർജ്ലെസ് ആണ്. ന്യൂട്രോണിന് ചാർജ് ഇല്ല. ന്യൂട്രോണിന് ചാർജ് ഇല്ലെങ്കിൽ ന്യൂട്രോൺ ഒരു മാഗ്നറ്റ് ആയിരിക്കുമോ? ന്യൂട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്രയായിരിക്കും? യെസ്, യു ക്യാൻ സേ ന്യൂട്രോൺ ഈസ് ഹാവിങ് എ മാഗ്നറ്റിക് മൊമെന്റ് 0. ബട്ട് ഇറ്റ് ഈസ് നോട്ട് റൈറ്റ്. ന്യൂട്രോണിന് ചാർജ് ഇല്ലെങ്കിലും ന്യൂട്രോണിന് ഒരു മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ന്യൂട്രോണും ഒരു ഡൈപോൾ മാഗ്നറ്റ് ആണ്. ഹോ, എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്? ചാർജുള്ള പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതൊരു കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അതുവഴി അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ന്യൂട്രോൺ ചാർജ് ഇല്ല, ഒരു ഗുണവുമില്ലാത്ത, ഒരു ചാർജും ഇല്ലാത്ത ഒരു പാർട്ടിക്കിളാണ്. ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുമ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നുണ്ട്. അയാളും ഒരു മാഗ്നറ്റിക് ഡൈപോളായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളുടെ എക്സ്പെരിമെന്റ്സ് വഴി നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് ന്യൂട്രോണിന് ചാർജ് ഇല്ലാതെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കാൻ പറ്റുക? ദെൻ ഹൗ ന്യൂട്രോൺ ഈസ് ബിഹേവിങ് ലൈക്ക് എ മാഗ്നറ്റ്? നാ ന്യൂട്രോണിന്റെ കാര്യത്തിൽ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് -1.913 times mu of n എന്നാണ്. സോ ന്യൂട്രോൺ ഈസ് ഓൾസോ എ ടൈനി മാഗ്നറ്റ്. ചാർജ് ഇല്ലെങ്കിലും ന്യൂട്രോൺ ഒരു ടൈനി മാഗ്നറ്റ് ആണ്. സോ ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ ടു യു. ഹൗ? എങ്ങനെയാണ് ചാർജ് ഇല്ലെങ്കിലും ന്യൂട്രോൺ ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്? സാധാരണഗതിയിൽ പാർട്ടിക്കിൾ ഫിസിക്സ് ആണ് അതിന് ആൻസർ ചെയ്യുന്നത് ആക്ച്വലി. കാരണം നമുക്കറിയാം ന്യൂട്രോൺ എന്ന് പറയുന്നത് ന്യൂട്രോൺ തനിച്ചല്ല. ന്യൂട്രോൺ എന്ന് പറയുന്നത് ക്വാർക്കുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ക്വാർക്ക് എന്ന് വെച്ചാൽ എന്താണ്? അപ്പ്, ഡൗൺ, സ്ട്രെയിൻ, ചാം, ടോപ്പ്, ബോട്ടം. ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്വാർക്കുകൾ. അതായത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും എഗെയിൻ മറ്റൊരു സ്ട്രക്ചറിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. സോ UDD എന്നുള്ളതാണ് ന്യൂട്രോണിന്റെ സ്ട്രക്ചർ.
ഇതിൽ ക്വാർക്കുകൾക്ക് ചാർജ് ഉണ്ട്. ഓക്കെ, ക്വാർക്കുകൾ ആഡപ്പ് ആയിട്ട്. സോ ഒരു യു ക്വാർക്കിന് ഒരു 2/3 ചാർജ് ആണുള്ളത്. ഡി ക്വാർക്കിന് -1/3 ആണ്. ഡി ക്വാർക്കിന് അഗെയിൻ -1/3 ആണ്. നിങ്ങൾ ആഡ് ചെയ്താൽ ടോട്ടൽ ചാർജ് 0 ആയിരിക്കും. പക്ഷേ ഈ 3 ടോട്ടൽ ചാർജുകളും ഒരു ക്ലസ്റ്റർ ആയിട്ട് നിന്നിട്ട്, ഒരു ന്യൂട്രോൺ എന്ന് പറയുമ്പോൾ ഈ 3 ചാർജ് യു ഡി ഡി ഇവർ 3 ആളും ഇങ്ങനെ ഒരു ക്ലസ്റ്റർ ആയിട്ടാണ് നിൽക്കുന്നതിനെയാണ് നമ്മളൊരു ന്യൂട്രോൺ എന്ന് വിളിക്കുന്നത്. ന്യൂട്രോൺ സ്പിൻ ചെയ്യുന്ന സമയത്ത് ഇതിനുള്ളിലുള്ള ചാർജസും സ്പിൻ ചെയ്യുന്നുണ്ട്. സോ അവർ മൂലം അവിടെ ഒരു നോൺ സീറോ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാം. സോ ചുരുക്കി പറഞ്ഞാൽ ആ ക്വാർക്കുകൾ ഉള്ളത് കൊണ്ട് ന്യൂട്രോണിനും ഒരു നോൺ സീറോ മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇത് നമ്മൾ മോഡേൺ ഫിസിക്സിൽ വീണ്ടും കാണും. മോഡേൺ ഫിസിക്സ് പഠിപ്പിക്കുമ്പോൾ ഞാൻ തന്നെ ഇത് വീണ്ടും പഠിപ്പിക്കും. സോ എനിവേ, നമ്മുടെ ഇലക്ട്രോഡൈനാമിക്സ് പറഞ്ഞപ്പോൾ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ പറ്റി പറഞ്ഞതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. നൗ ബയോട്ട്-സവേർട്ട് ലോ നമ്മളിപ്പോൾ പഠിച്ചത് 1 ഡയമെൻഷനിലാണ്. നമ്മൾ പഠിച്ചത് μ0I ഡിവൈഡഡ് ബൈ 4π dl ക്രോസ് r ക്യാപ് ഡിവൈഡഡ് ബൈ r² എന്നാണ്. I എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ കറണ്ട് ആണ്. ഈ പോകുന്ന കറണ്ടിനെ ഇതിന് അക്രോസ് ആയിട്ട് നമ്മളൊരു ലൈൻ എലമെന്റ് വെച്ചാൽ, പെർപെൻഡിക്കുലർ ടു ദിസ് കറന്റ് ഫ്ലോ നമ്മളൊരു ലൈൻ എലമെന്റ് വെച്ചാൽ നമുക്ക് അവിടെ എന്ത് കിട്ടുന്നു? The current flowing through unit length, that is called surface current density. തെറ്റിപ്പോയിട്ടില്ല. സർഫസ് കറന്റ് ഡെൻസിറ്റി എന്ന് തന്നെയാണ് പറയുന്നത്. സോ സർഫസ് അല്ല, ഏരിയ അല്ല. നമ്മുടെ ചാർജ് ഡെൻസിറ്റി പറയുമ്പോൾ ആ കാര്യം ഓക്കെയാണ്. ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയയാണ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞത്. പക്ഷേ കറണ്ടിന്റെ കേസിൽ ഡിഫറൻ്റ് ആണ്. പ്രത്യേകം ഓർത്തിരിക്കണം, കൺഫ്യൂസ് ചെയ്യരുത്. The total current passing through unit length perpendicular to this current, that is called the linear current element അല്ലെങ്കിൽ linear current density. എന്താണ് ലെറ്റർ? K എന്നാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. Now what about the volume current density? Volume current density is J. That means the total current passing through unit volume അല്ല, unit area ആണ്. Okay, anyway, B is equal to μ0 divided by 4π. I എന്നുള്ളതിന് പകരം K എന്ന് കൊടുക്കുന്നു, r cap divided by r², dA. So dA ആണ്, dl അല്ല. Integration is with respect to area. So that is നമ്മളുടെ B. Now അടുത്തത് total volume current density യൂസ് ചെയ്തിട്ട് μ0 divided by 4π J cross r cap divided by r² d top. So this is the volume current distributionന്റെ കേസിലുള്ള ടോട്ടൽ ചാർജ്. ഓക്കെ, അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, സിമ്പിൾ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞതിന്റെ ഓരോ ഡയമെൻഷൻസ് കൂട്ടിയെടുക്കുന്നു എന്നേ ഉള്ളൂ. Now magnetic flux density and current carrying straight wires. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ടുള്ള വയേഴ്സ് ഉണ്ട്, കറണ്ട് ക്യാരി ചെയ്യുന്ന വയറുകൾ. സോ അതിൽ നിന്ന് നമ്മൾ അകലേക്ക് പോകുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന് എന്ത് സംഭവിക്കുന്നു എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം, if you are considering a conductor carrying current, അങ്ങനെയാണെങ്കിൽ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഫോർ എ കറന്റ് ക്യാരിയിങ് വയർ, ഇൻഫിനിറ്റ് വയർ ആയാൽ μ0I ഡിവൈഡഡ് ബൈ 2πr എന്നാണ് എഴുതുന്നത്. Now magnetic field is proportional to 1/r ആണ്. ഞാൻ ഈ സെൻട്രൽ നിന്ന് അകലേക്ക് പോകുന്നതിനനുസരിച്ച് ലീനിയർലി എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കുറഞ്ഞു വരും. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ വയർ ഉണ്ടെങ്കിൽ ആ കണ്ടക്ടർ വയറിൽ നിന്ന് ഞാൻ അകന്ന് പോകുന്നതിനനുസരിച്ച് with distance magnetic field is decreasing. എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്? 1/r എന്നുള്ള ഫാക്ടർ വെച്ചിട്ടാണ് ഡിക്രീസ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് വൺ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഓക്കെ, നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ കൂളംസ് ലോ പഠിച്ചിരുന്നു. ആ കൂളംസ് ലോയ്ക്ക് അനലോഗസ് ആണ് നമ്മളിവിടെ പഠിക്കുന്ന ബയോട്ട്-സവേർട്ട് ലോ. ഇതുപോലെ തന്നെ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ച മറ്റൊരു ലോ ആണ് ഗോസസ് ലോ. സിമെട്രി ഉള്ള കേസുകളിൽ നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്ത ലോ ആണ് ഗോസസ് ലോ. നമുക്കൊരു ചാർജ് ഉണ്ട്, അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് ഇരിക്കുക. ഈ ഇലക്ട്രിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യും? നമ്മൾ ഈ ചാർജ് എടുക്കും. ചാർജ് പോയിന്റ് ചാർജ് ആണെങ്കിൽ അതിന് സ്ഫെറിക്കൽ സിമെട്രി ആണെന്നറിയും. അതിന് ചുറ്റും ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കും, ഒരു സ്ഫിയർ വരയ്ക്കും. സ്ഫിയർ വരച്ചിട്ട് നമ്മുടെ എക്സ്പ്രഷൻ അനുസരിച്ചിട്ട് ഒന്നുകിൽ ഡിഫറൻഷ്യൽ ഫോം എടുക്കും അല്ലെങ്കിൽ ഇന്റഗ്രൽ ഫോം എടുക്കും. ഇന്റഗ്രൽ E.dl, ദാറ്റ് ഈസ് ദ phi ഫ്ലക്സ്. phi is equal to Q enclosed divided by ε0 എന്ന് കാൽക്കുലേറ്റ് ചെയ്യും. സോ അതേ കാര്യം നമുക്കിവിടെ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലുമുണ്ട്. മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ കൂളംസ് ലോ ആണ് നമ്മുടെ ബയോട്ട്-സവേർട്ട് ലോ എങ്കിൽ മാഗ്നറ്റോസ്റ്റാറ്റിക്സിലെ ഗോസസ് ലോ ആണ് നമ്മളുടെ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. അവിടെ ചാർജ് ആണെങ്കിൽ ഇവിടെ കറണ്ട് ആണ്. ഓക്കെ, സോ ആംപിയേഴ്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് എ ക്ലോസ്ഡ് പാത്ത് ഈക്വൽസ് μ0 ടൈംസ് ദ നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദ പാത്ത്. വളരെ ചുരുക്കി മലയാളത്തിൽ പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl is equal to μ0 ടൈംസ് I enclosed എന്നുള്ളതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ എക്സ്പ്രഷനിലേക്ക് എത്തിയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യമേ തന്നെ ഒരു വലിയ കണ്ടക്ടർ എടുക്കാം. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മളുടെ മുന്നത്തെ ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ലോങ് ആയിട്ടുള്ള കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഞാൻ വരയ്ക്കുകയാണ്. സോ ഇഫ് ഐ എം ഡ്രോയിങ് ദാറ്റ്, ദിസ് ഇസ് മൈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ഈ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ മൂലം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ മാഗ്നറ്റിക് ഫീൽഡിനെ ഞാൻ ഇങ്ങനെ ഒരു ലൂപ്പ് വെച്ചിട്ട് ഒരു സിലിണ്ടർ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യുകയാണ്. ഓക്കെ,
സോ അതിന് ചുറ്റും ഒരു ലൂപ്പായിട്ടാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. സോ ഞാനിങ്ങനെ വരച്ചു. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ എഴുതാൻ പറ്റും? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു μ0I ഡിവൈഡഡ് ബൈ 2πr എന്ന് എനിക്ക് എഴുതാം. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദിസ് മാഗ്നറ്റിക് ഫീൽഡ്? ഇതേ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ദാറ്റ് മീൻസ് ഈ തന്നിട്ടുള്ള ലൂപ്പിന് ടാൻജൻഷ്യൽ ആയിട്ടാണ് എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. എനിക്ക് എങ്ങനെയാണ് മനസ്സിലായത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇതാണ്. സോ ഇതായിരിക്കും എൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. സോ നമ്മൾ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ സർക്കിളിൻ്റെ ഓരോ പോയിന്റിനും ടാൻജൻഷ്യൽ ആയിരിക്കും എന്ത്? മാഗ്നറ്റിക് ഫീൽഡ്. സോ അതുകൊണ്ട് തന്നെ എനിക്കിതിൻ്റെ ഡയറക്ഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എങ്ങനെയാണ്? ഇത് സെഡിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ഇത് ആറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, ആൻഡ് ഓൾസോ ദിസ് ഈസ് ആക്ച്വലി റെപ്രസെൻറ്റിംഗ് 5. സോ അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇൻ ദ കേസ് ഓഫ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഐ ക്യാൻ റൈറ്റ് B is equal to μ0I divided by 2πr phi cap എന്ന് എഴുതാം. സോ ദിസ് ഇസ് ദ ഡയറക്ഷൻ ഓഫ് മൈ മാഗ്നറ്റിക് ഫീൽഡ്. നമ്മൾ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് μ0I divided by 2πr. ഞാൻ മെല്ലെ DLന് ഒരു എക്സ്പ്രഷൻ ഉണ്ടാക്കുന്നു. സോ DL വിൽ ബി ഈക്വൽ ടു, സോ എന്താണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഐ ഹാവ് ടു പ്രൂവ് ഇന്റഗ്രൽ B.dl is equal to μ0I enclosed എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ B എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ DL ഞാൻ എടുക്കുകയാണ്. ഇൻ ദ കേസ് ഓഫ് എ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം, DLന്റെ വാല്യൂ ഐ ഹാവ് dr of r cap പ്ലസ് dz of z cap പ്ലസ് r d phi of phi cap എന്ന് എഴുതാം. r എന്ന് വെച്ചാൽ റേഡിയൽ ഡയറക്ഷൻ ആണ്, z എന്ന് വെച്ചാൽ z ഡയറക്ഷൻ ആണ്. r d phi റേഡിയസ് ടൈംസ് ചെറിയ ഒരു d phi, ദാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഒരു ലെങ്ത് എലമെന്റ് ആണ് കിട്ടുക ഇൻ ദ phi cap ഡയറക്ഷൻ. നൗ എനിക്ക് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഐ വിൽ ഗെറ്റ് B.dl കാൽക്കുലേറ്റ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് μ0I ഡിവൈഡ് ബൈ 2πr എന്ന് കിട്ടുന്നു, ടൈംസ് phi cap ടൈംസ് dr r cap പ്ലസ് dz z cap ടൈംസ് r d phi cap. ഡോട്ട് പ്രോഡക്റ്റിന്റെ റൂൾ അനുസരിച്ചിട്ട് സെയിം കോർഡിനേറ്റ്സ് മാത്രമേ സർവൈവ് ചെയ്യുള്ളൂ. സോ അതുകൊണ്ട് phi capന്റെ ടേംസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി μ0I ഡിവൈഡഡ് ബൈ 2πr ടൈംസ് r d phi ഓഫ് phi cap എന്ന് കിട്ടുന്നു. സോ അങ്ങനെയാണെങ്കിൽ phi cap ക്യാൻസൽ ആയി പോകുന്നു. സോ r ക്യാൻസൽ ആയി പോയി. സോ ഐ വിൽ ഗെറ്റ് μ0I ഡിവൈഡഡ് ബൈ 2π ഓഫ് d phi എന്ന് കിട്ടുന്നു. സോ B.dl is equal to μ0I divided by 2π d phi. Now എനിക്കിനി അടുത്ത എന്താണ് ചെയ്യേണ്ടത്? I have to prove my Ampere's law. Integral B.dl is equal to μ0 times I enclosed ആണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ രണ്ട് സൈഡിലും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. സോ ഇവിടെ ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇൻ്റഗ്രേഷൻ ഈസ് വിത്ത് റെസ്പെക്ട് ടു phi. phi എവിടെ തൊട്ട് എവിടെ വരെ വേരി ചെയ്യാം? സോ ഇതെൻ്റെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ സോ ഒരു ചെറിയ ആംഗിൾ ആണ് d phi എന്ന് പറയുന്നത്. എൻറ്റയർ സർക്കിൾ എടുക്കുമ്പോൾ phi എവിടെ തൊട്ട് എവിടെ വരെ ആയിരിക്കും? 0 മുതൽ 2π വരെ വേരി ചെയ്യും. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇന്റഗ്രൽ 0 to 2π. സോ ഇഫ് ഐ ആം കാൽക്കുലേറ്റിംഗ് ദിസ് ഐ വിൽ ഗെറ്റ് ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl is equal to integral 0 to 2π μ0I divided by 2π times d phi എന്ന് കിട്ടുന്നു. കോൺസ്റ്റൻസ് ഒക്കെ പുറത്തേക്ക് എടുത്താൽ μ0 divided by 2π 0 to 2π I will get d phi, and if I am integrating μ0I divided by 2π times 2π, so this will be equal to closed integral B.dl will be equal to μ0 times I enclosed. This is what we call Ampere's law. സിമെട്രി ഉള്ള കേസുകളിൽ ഗോസസ് ലോ നമ്മളെ എങ്ങനെ സഹായിച്ചോ അതുപോലെ തന്നെ ഇവിടെ ആംപിയേഴ്സ് ലോയും നമ്മളെ സഹായിക്കാൻ പോവുകയാണ്. ഓക്കെ, അതായത് നേരത്തെ കേസിൽ നമുക്കൊരു ചാർജ്ഡ് പാർട്ടിക്കിൾ സ്ഫെറിക്കൽ സിമെട്രി ആയിരുന്നു. ഇവിടെ ഒരു ലൈൻ എലമെന്റ്, നേരത്തെ ഒരു പോയിന്റ് പാർട്ടിക്കിൾ ആണെങ്കിൽ 0 ഡയമെൻഷൻ ആണെങ്കിൽ സാധാരണഗതിയിൽ മാഗ്നറ്റിക് ഫീൽഡ് വരുമ്പോൾ നമ്മൾ 1 ഡയമെൻഷനിലാണ് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ സോഴ്സ് ഉള്ളത്. കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ്. സോ നമുക്ക് അവിടെ ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഇപ്പൊ നമ്മൾ കൺസിഡർ ചെയ്തത് ഈ ഒരു സിലിണ്ടർ ഉണ്ടല്ലോ, ദാറ്റ്സ് ആക്ച്വലി ആൻ ആംപീരിയൻ ലൂപ്പ്. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ആംപീരിയൻ ലൂപ്പ് എടുക്കാൻ നമുക്ക് പറ്റിയത് എന്തുകൊണ്ടാണ്? നമ്മളുടെ കറണ്ട് ക്യാരിയും കണ്ടക്ടറിന് ഒരു സിമെട്രി ഉള്ളത് കൊണ്ടാണ്, സിലിണ്ടറിക്കൽ സിമെട്രി ഉള്ളത് കൊണ്ടാണ്. ചാർജ് പാർട്ടിക്കിൾ, പോയിന്റ് ചാർജ് പാർട്ടിക്കിളിന് സ്ഫെറിക്കൽ സിമെട്രി ഉള്ളതുപോലെ ഒരു ലൈൻ കറണ്ട് എലമെന്റിന് സിലിണ്ടറിക്കൽ സിമെട്രി ആണുള്ളത്. സോ നിങ്ങൾ ഒരു ബൾബ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ഇൻകാൻഡസെന്റ് ബൾബ്, അതെല്ലാ ഡയറക്ഷനിലേക്കും കറണ്ട് അല്ലെങ്കിൽ അതിന്റെ ലൈറ്റ് അയക്കാറുണ്ട്. സോ ഒരു സാധാ ബൾബ്, ഒരു 0 വോൾട്ട് ബൾബ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ സിമെട്രി ഉള്ള ഒരു സ്ട്രക്ചറാണ്. പകരം നിങ്ങൾ എടുക്കുന്നത് ഒരു ഫ്ലൂറസെന്റ് ട്യൂബ് ആണെങ്കിൽ അതിന് സിലിണ്ടറിക്കൽ സിമെട്രി ആണുള്ളത്. സോ എന്താണ് സിമെട്രി എന്ന് നോക്കുക, അതിനനുസരിച്ചിട്ട് ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുക, എന്നിട്ട് നമ്മുടെ പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ B.dl is equal to μ0 times I enclosed. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. ഡെറിവേഷൻ മറന്നു പോകരുത്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ആൻഡ് ആംപിയർ സർക്യൂട്ട് ലോ നമുക്ക് വേണമെങ്കിൽ ഡിഫറൻഷ്യൽ ഫോമിലും റെപ്രസെന്റ് ചെയ്യാം. ഹൗ വി ആർ ഗോയിങ് ടു റെപ്രസെന്റ് ദിസ് ആംപിയർ സർക്യൂട്ട് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം? ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl is equal to μ0
I enclosed എന്നുള്ളതാണ് ഇൻ്റഗ്രൽ ഫോമിലുള്ള നമ്മളുടെ ആംപിയേഴ്സ് ലോ. നൗ ഞാനൊരു കാര്യം ചെയ്യുന്നു, ദിസ് ഇസ് എ ലൈൻ എലമെൻറ്റ്. നമുക്ക് രണ്ട് ടൈപ്പ് കൺവേർഷൻ ലോകളാണ് ഇൻ്റഗ്രൽ ഇക്വേഷൻസിലുള്ളത്. ഒന്ന് ഗോസസ് ലോ. ഗോസസ് ലോ എന്ന് പറഞ്ഞാൽ സർഫസ് ഇൻ്റഗ്രലിനെയും വോളിയം ഇൻ്റഗ്രലിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നു. രണ്ടാമത്തേത് സ്റ്റോക്സ് തിയറമാണ്. ലൈൻ ഇൻ്റഗ്രലിനെയും സർഫസ് ഇൻ്റഗ്രലിനെയും പരസ്പരം കണക്ട് ചെയ്യുന്നു. സോ അങ്ങനെയാണെങ്കിൽ യൂസിങ് സ്റ്റോക്സ് തിയറം ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഇൻ്റഗ്രൽ ഡെൽ ക്രോസ് ബി ഡി എ എന്ന് എഴുതാം. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു μ0 ടൈംസ് ഐ എൻക്ലോസ്ഡ് എന്നുള്ളതിനെ എനിക്ക് വേണമെങ്കിൽ ജെ ടൈംസ് ഡി എ എന്ന് എഴുതാം. സോ ജെ ടൈംസ് ഡി എ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോളിയം കറണ്ട് ഡെൻസിറ്റിയാണ്. ജെ ഡോട്ട് ഡി എ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ടോട്ടൽ കറണ്ട് എൻക്ലോസ്ഡ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ഡെൽ ക്രോസ് ബി. സോ ബാക്കിയുള്ള ടേംസ് ഒക്കെ ക്യാൻസൽ ആക്കി കളഞ്ഞാൽ ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ജെ എന്ന് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 എന്നുള്ള ഡിഫറൻഷ്യൽ ഫോമിൽ നമ്മൾ ഗോസസ് ലോ റെപ്രസെൻറ്റ് ചെയ്യില്ലേ, അതേപോലെ ആംബിയേഴ്സ് ലോയെ നമുക്ക് ഡിഫറൻഷ്യൽ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഐ വിൽ ഗെറ്റ് ഡെൽ ക്രോസ് ബി ഈസ് ഈക്വൽ ടു μ0 ജെ എന്ന് കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ആംബിയേഴ്സ് ലോ ഇൻ ഇന്റഗ്രൽ ഫോം ടു ഡിഫറൻഷ്യൽ ഫോം. ഓക്കെ, നൗ മൂവിങ് ഫോർവേഡ് into the next session, that is the divergence of my magnetic field. Magnetic field inde divergence എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. Now magnetic field ന്റെ കേസിലുള്ള ഡൈവേർജൻസ് സിമിലർ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡൈവേർജൻസ്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡൈവേർജൻസ് എന്താണ്? ഡെൽ ഡോട്ട് ഇ ഈസ് ഈക്വൽ ടു റോ ബൈ എപ്സിലോൺ 0 ആണ്. ഗോസസ് ലോ പറഞ്ഞതനുസരിച്ച് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഇലക്ട്രിക് ഫീൽഡ് ലൈനുകൾ അകന്നു പോകുന്നതായിട്ട് ഡൈവേർജ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടാൽ, നിങ്ങൾ അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അവിടെ എന്തിരിക്കുന്നത് കാണാം? ഒരു ചാർജ് ഇരിക്കുന്നത് കാണാം. പക്ഷേ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നിങ്ങൾ പുറത്തേക്ക് വരുന്നത് കാണുകയാണെങ്കിൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഡൈവേർജ് ചെയ്യുന്നത് നിങ്ങൾ കാണുകയാണെങ്കിൽ, യുറേക്ക, നിങ്ങളൊരു പുതിയ കാര്യം കണ്ടുപിടിച്ചു. കാരണം അങ്ങനെ ഉണ്ടാവില്ല. ആക്ച്വലി നമുക്കറിയാം, ഒരു പ്രത്യേക ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് ഒരു പോയിന്റിൽ ഇരിക്കുകയാണെങ്കിൽ ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് ഫീൽഡ് ലൈനുകൾ ഇങ്ങനെ ഡൈവേർജ് ചെയ്ത് പുറത്തേക്ക് പോകും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ പുറത്തേക്ക് വന്നാൽ അതിന്റെ അർത്ഥം എന്താണ്? അവിടെ ഒരു മാഗ്നറ്റിക് ചാർജ് ഉണ്ട് എന്നാണ്. മാഗ്നറ്റിക് ചാർജ് എന്ന് വെച്ചാൽ മാഗ്നറ്റിക് മോണോപോൾ. അങ്ങനെ ഒരു സാധനം ഉണ്ടോ? അങ്ങനെ ഒരു സാധനം ഇല്ല. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും നോർത്ത് പോളിന്റെ കൂടെ ബോബനും മോളിലും എപ്പോഴും ഒരു നായക്കുട്ടി കൂടെ ഉണ്ടാകുന്ന പോലെ നോർത്ത് പോളിന്റെ കൂടെ എപ്പോഴും ഒരു സൗത്ത് പോളും അസോസിയേറ്റഡ് ആയിരിക്കും. സോ ഒരിക്കലും ഇവര് സിംഗിൾ ആയിട്ട് നിൽക്കില്ല. സോ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഡൈവേർജ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. കാണാൻ പറ്റിയാൽ ദാറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദ ഫിസിക്കൽ കൺസെപ്റ്റ് ദാറ്റ് magnetic monopoles does not exist. Okay, anyway theoretically നമുക്ക് അങ്ങനെ പറയാം. നമുക്ക് മാത്തമാറ്റിക്കലി ഇത് സോൾവ് ചെയ്ത് പ്രൂവ് ചെയ്യുക കൂടി വേണം. എങ്ങനെയാണത്? ഡെൽ ഡോട്ട് ബി എന്ന് വെച്ചാൽ ഡൈവേർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. സോ ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സിനെ എനിക്ക് വേണമെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ എന്ന് എഴുതാം. ആൻഡ് ടോട്ടൽ വോളിയത്തിനെ എനിക്ക് ഇന്റഗ്രൽ ഡി ടോ എന്ന് എഴുതാം. Now what about integral b dot dA? Integral b dot dA എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫ്ലക്സ് ആണ്. സോ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈ. മാഗ്നറ്റിക് ഫീൽഡ് ലൈനുകൾ ഒരു പോയിന്റിൽ നിന്ന് പുറത്തേക്ക് ദേ ആർ ഫോമിംഗ് ദ ക്ലോസ്ഡ് ലൂപ്സ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എപ്പോഴും ക്ലോസ്ഡ് ലൂപ്സ് ഫോം ചെയ്യും. സോ അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും പുറത്തേക്ക് എത്ര ഫീൽഡ് ലൈനുകൾ പോകുന്നുണ്ടോ അത്രയും ഫീൽഡ് ലൈനുകൾ അതിന്റെ ഉള്ളിലേക്ക് തിരിച്ച് റീ എൻറ്റർ ചെയ്യുന്നുമുണ്ട് ഐഡിയലി. സോ അതുകൊണ്ട് തന്നെ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എ എന്ന് പറയുന്നത്, ഫൈ എന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ദാറ്റ്സ് ആക്ച്വലി 0. അതിൻ്റെ അർത്ഥം എന്താണ്? ഫൈ ഈസ് ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേം 0 ആയിരിക്കും. മാഗ്നറ്റിക് ഫ്ലക്സ് എപ്പോഴും 0 ആയിരിക്കും. സോ അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഡെൽ ഡോട്ട് ബി വിൽ ബി ഇന്റഗ്രൽ ഓഫ് ബി ഡോട്ട് ഡി എ ഡിവൈഡ് ബൈ ഇന്റഗ്രൽ ഡി ടോ ആണ് വോളിയം ഇന്റഗ്രൽ. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു, ഈ ടേം 0 ആയി പോയതുകൊണ്ട് വി ക്യാൻ റൈറ്റ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. സോ ദാറ്റ്സ് ഇറ്റ്. ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0. ഡൈവേർജൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അപ്പോൾ പലപ്പോഴും നമ്മളോട് ചോദിച്ച് കാണാറുള്ള മറ്റൊരു കാര്യമാണ് ഡെൽ ഡോട്ട് ബി ഈസ് ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും കാര്യം നമുക്ക് ഒന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എഴുതി നോക്കാം. പ്രോപ്പർട്ടി ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും. സോ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഒരു ചാർജിൻ്റെ, ഇലക്ട്രിക് ചാർജിൻ്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൂളാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എവിടെയെങ്കിലും ഒരു കറണ്ട് ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കറണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഫീൽഡിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ചാർജ് റിലേറ്റഡ് ടു ഇലക്ട്രിക് ഫീൽഡ്, കറണ്ട് റിലേറ്റഡ് ടു മാഗ്നറ്റിക് ഫീൽഡ്. ആ സർഫസ് ഇന്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ഇ ഡോട്ട് ഡി എസ് അല്ലെങ്കിൽ ഡി എ ഈസ് ഈക്വൽ ടു ക്യൂ എൻക്ലോസ്ഡ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഏതാണ് ലോ? ഗോസസ് ലോ. എവിടെയാണെങ്കിലോ ബി ഡോട്ട് ഡി എ ഈക്വൽ ടു 0. ഡൈവേർജൻസ്
Divergence എന്ന് പറയുമ്പോൾ del dot E. So del dot E is equal to rho divided by epsilon 0. Gauss's law in differential form. എവിടെയാണെങ്കിലോ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിന്റെ കാര്യത്തിൽ del dot B is equal to 0 എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. Now line integral of E dot dl equal to 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. Now മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യത്തിൽ integral B dot dl equal to mu 0 I enclosed. ആര് പറഞ്ഞു? ആംപിയർ പറഞ്ഞു. ആംപിയർസ് ലോ ആണ്. കേൾ del cross E is equal to 0 ആണ്. del cross B ആംപിയർസ് ലോ ഇൻ ഡിഫറൻഷ്യൽ ഫോം that will be equal to mu 0 times J ആയിരിക്കും. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള കമ്പാരിസൺ. നോക്കിക്കഴിഞ്ഞാൽ വളരെ സിമിലർ ആണെന്ന് നമുക്ക് കാണാം രണ്ടും. അതായത് ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരെണ്ണത്തിന്റെ കാര്യത്തിൽ എന്തൊക്കെ നടക്കുന്നോ സിമിലർ ആയിട്ടുള്ള കാര്യം നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ കാര്യത്തിലും പറയാം. ഗോസസ് ലോ, ആംപിയേഴ്സ് ലോ, കുളംസ് ലോ, ബയോട്ട്-സവേർട്ട് ലോ. സോ അനലോഗസ്, ടു പാരലൽ വേൾഡ്സ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. മൂവിങ് ഫോർവേഡ് ആൻഡ് ഫൈനലി പ്രൂവ് del dot B is equal to 0 യൂസിങ് ബയോട്ട്-സവേർട്ട് ലോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ബയോട്ട്-സവേർട്ട് ലോ ഉപയോഗിച്ചുകൊണ്ട് del dot B is equal to 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മൾ തൊട്ട് മുന്നേ നമ്മളുടെ ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് 0 ആയിരിക്കും എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. അതുപോരാ, പകരം del dot B ബയോട്ട്-സവേർട്ട് ലോ വെച്ചിട്ട് 0 ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഞാൻ ആദ്യമേ തന്നെ ഒരു ചെറിയ വോളിയം എലമെന്റ് കൺസിഡർ ചെയ്യാണ്. ആൻഡ് ഐ എം കോളിംഗ് ദാറ്റ് വോളിയം എലമെന്റ് d tau. ആൻഡ് അവിടെ ഒരു ചെറിയ ചാർജ് ഉണ്ട്. ആൻഡ് ദാറ്റ് ചാർജ് ഈസ് കോൾഡ്, അല്ലെങ്കിൽ കറണ്ട് ഉണ്ട്, കറണ്ടിനെ ഞാൻ J എന്ന് വിളിക്കുന്നു. J is the വോളിയം കറണ്ട് ഡെൻസിറ്റി. അറ്റ് ദിസ് പോയിന്റ് P എനിക്ക് മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ ഞാൻ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യും? സോ ഐ നോ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു mu 0 divided by 4 pi integral of J dot r cap divided by r square d tau. This is my magnetic field. ബയോട്ട്-സവേർട്ട് ലോ വളരെ സിമ്പിൾ ആയിട്ട് എഴുതിയതാണ്. ബയോട്ട്-സവേർട്ട് ലോ അനുസരിച്ച് എന്നോട് del dot B കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ സിംപ്ലി ഞാൻ എന്ത് ചെയ്യുന്നു? എൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും del dot എടുക്കുന്നു. 4 pi ടൈംസ് del dot ഇന്റഗ്രൽ ഉണ്ട് J ക്രോസ് r cap divided by r square d tau എന്നെടുക്കുന്നു. എനിക്ക് del dot J cross r cap divided by r square evaluate ചെയ്യണം. Actually, to evaluate this, I have a standard result. എനിക്കൊരു സ്റ്റാൻഡേർഡ് റിസൾട്ട് ഉണ്ട്. And I will write that standard result. Del dot A cross B will be equal to, ഇതൊരു ക്രോസ് പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് ആണ് ഇൻ കാൽക്കുലസ്. Del dot A cross B is equal to B dot del cross A minus A dot del cross B. Using this property, അതായത് del dot A cross B is equal to B dot del cross A minus A dot del cross B. This is a very common property that we are using in differential calculus. ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ഇവിടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? I have to calculate del dot J cross r cap divided by r square ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു എക്സ്പ്രഷനിൽ J cross r cap divided by r square ആണ്. സോ എനിക്ക് വേണമെങ്കിൽ A into B divided by C എന്നുള്ളതിന് എനിക്ക് A into B by C എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ A plus B by C ആയിരുന്നെങ്കിൽ എനിക്ക് A by C plus B by C എന്ന് എഴുതേണ്ടി വന്നേനെ. പക്ഷേ A into B by C ആയതുകൊണ്ട് A into B by C എന്ന് എഴുതാം. സോ ആരുടെ കൂടെ C പോയാലും ബുദ്ധിമുട്ടില്ല. സോ അതുകൊണ്ട് തന്നെ J cross r cap divided by r square എന്ന് ഞാൻ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നു. Now using this principle എനിക്കിവിടെ എഴുതാൻ പറ്റും. സോ ഐ ക്യാൻ റൈറ്റ്, ഞാനിവിടെ എൻ്റെ B ആയിട്ട് r cap r square എടുക്കുന്നു. സോ ഐ വിൽ ഗെറ്റ് r cap divided by r square times del cross J minus അടുത്തത് A എന്നുള്ളതിന് പകരം J dot del cross r cap divided by r square എന്ന് എടുക്കുന്നു. Now what is del? Del എന്ന് വെച്ച് കഴിഞ്ഞാൽ dou by dou x I cap plus dou by dou y j cap plus dou by dou z k cap എന്നുള്ളതിനെയാണ് ഞാൻ എൻ്റെ del ഓപ്പറേറ്റർ എന്ന് വിളിച്ചത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ J എന്ന് പറയുന്ന ഈ ഒരു വോളിയം എലമെന്റ് ഇറ്റ് ഈസ് അറ്റ് എ പ്രൈംഡ് കോർഡിനേറ്റ് x പ്രൈം y പ്രൈം z പ്രൈം എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ്. B എന്ന് പറയുന്നതാണെങ്കിലോ B ഈസ് ഇൻ ആൻ x y z കോർഡിനേറ്റ് സിസ്റ്റം. നമുക്ക് എന്താണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് del dot B ആണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡെല്ലിന്റെ വാല്യൂ എത്രയാണ്? del will be equal to dou by dou x I cap plus dou by dou y j cap plus dou by dou z k cap ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യണം. ഇറ്റ് ഈസ് നോട്ട് dou by dou x prime. It is not dou by dou y prime. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ del dot B വാല്യൂറ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മുടെ ഡെല്ലിന്റെ വാല്യൂ ഇതാണ്. പക്ഷേ ഇവിടെ നോക്കിക്കേ, ഞാനിവിടെ എന്താ ചെയ്യാൻ പോകുന്നത്? del cross J എടുക്കാൻ പോവാണ്. ആൻഡ് del cross Jയിൽ del അൺപ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലും ആൻഡ് J എന്ന് പറയുന്നത് പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലും ആയിരിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ dou by dou x ഓഫ് Jയുടെ കോർഡിനേറ്റ് ഇൻ പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റം, രണ്ടും രണ്ട് ഡിഫറെന്റ് കോർഡിനേറ്റ് സിസ്റ്റം ആയതുകൊണ്ട് ദാറ്റ് വിൽ ബി 0.
സോ പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ അൺപ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ഡെല്ലും പ്രൈംഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ജെ വാല്യൂ. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ ഡോ ബൈ ഡോ എക്സ്, അതിൽ എക്സിന്റെ ടേം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലേ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമുള്ളൂ. എക്സിന്റെ ടേം ഒന്നും ഇല്ല, എക്സ് പ്രൈമിന്റെ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ ഇൻ ദ കേസ് ഓഫ് ജെ. സോ അതുകൊണ്ട് ദിസ് ടേം ഡെൽ ക്രോസ് ജെ എന്ന് പറയുന്നത് എന്തായി പോകുന്നു? 0 ആയി പോകുന്നു. സിമിലർലി ഡെൽ ക്രോസ് ആർ ക്യാപ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇവിടെ ഞാൻ മറ്റൊരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഐ ആം ഗോയിങ് ടു റൈറ്റ് ഇറ്റ് ആസ് ഡെൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് ഞാൻ എഴുതുന്നു. സോ അതായത് എനിക്കറിയാം ആർ ക്യാപ് ഈസ് ഈക്വൽ ടു, ഞാൻ നേരത്തെ ഉപയോഗിച്ച അതേ സെയിം ടെക്നിക്കാണ്, ആർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ആർ ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് ദിസ് എക്സ്പ്രഷൻ. ഈ ഒരു ആർ ക്യാപ്പിന് ഞാൻ എന്ത് കൊടുക്കുന്നു? ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുക്കുന്നു. സോ ഐ വിൽ ഗെറ്റ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് എന്ന് കിട്ടുന്നു. ആൻഡ് അങ്ങനെയാണെങ്കിൽ ദർ ഇസ് എ പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഡെൽ ക്രോസ് ആർ ടൈംസ് ആർ ടു ദ പവർ ഓഫ് എൻ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള ഒരു റൂൾ കൂടി ഉണ്ട് ഇൻ ദ കേസ് ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. now നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിയാൽ രണ്ട് കാര്യങ്ങളാണ് ഓർത്തിരിക്കേണ്ടത്. ഒന്ന് വളരെ ബേസിക് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു പ്രോപ്പർട്ടി. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയാണ് r raised to n. so this is 0. so using this property എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? I can write ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ഡെൽ ക്രോസ് ആർ ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ആണ്. സോ n എന്തോ ആയിക്കോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. I can write it as del cross r times r to the power of -3. എന്നിന്റെ വാല്യൂ എന്തായാലും ഈ ടേം എന്താണ്? 0 ആണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ this term is 0, this term is 0. സോ അങ്ങനെയാണെങ്കിൽ ഫൈനലി എനിക്ക് ഈ ഒരു എക്സ്പ്രഷനിൽ നിന്ന് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? this entire term will be 0. del dot j cross r cap divided by r square എന്നുള്ളത് ടോട്ടലി 0 ആണ്. സോ അങ്ങനെയാണെങ്കിൽ എനിക്ക് del dot b എത്രയായിരിക്കും കിട്ടുക? ഫൈനലി I will get del dot b is equal to 0. This is how we are going to prove del dot b is equal to 0 from Biot-Savart law. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ആകെ പഠിക്കേണ്ടത് ആ രണ്ട് പ്രോപ്പർട്ടീസ് മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ പ്രൂഫായിട്ട് ചിലപ്പോൾ എക്സാമിലേക്ക് ചോദിച്ചേക്കാം ഇത്. ആൻഡ് ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ തിയറി പാർട്ടിൽ. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കൂടുതൽ തിയറീസുമായിട്ട് നമ്മൾ വരും. ആൻഡ് നെക്സ്റ്റ് ക്ലാസ് അടുത്തത് നിങ്ങൾക്ക് അടുത്ത നാളെയാണ് നിങ്ങളുടെ അടുത്ത ക്ലാസ്. ഇലക്ട്രോഡൈനാമിക്സിൻ്റെ JD നാളെ നിങ്ങളെ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നിങ്ങളെ കാണാനായിട്ട് നാളെ എത്തുന്നുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ പോർഷൻ ബാക്കിയുള്ളത് നാളെ കണ്ടിന്യൂ ചെയ്യും. സോ കീപ് ഇൻ ടച്ച്.